ഞാൻ പി പവിത്രൻ. നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും എന്നെ നേരെ പരിചയമുണ്ടാവും. ഇന്ന് ഒരു വലിയ മഹാമാരിയുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വിശ്വമാനവികത. ലോകത്ത് മിക്കവാറും എല്ലാ സമൂഹങ്ങളെയും അത് ഇപ്പോൾ ബാധിച്ചു കഴിഞ്ഞു. അതിനെ ശക്തമായി പ്രതിരോധിച്ച ഒരു സമൂഹം എന്നുള്ള നിലയിൽ മലയാളികൾ വലിയ അഭിമാനത്തോടുകൂടി നിൽക്കുന്നൊരു സമയമാണിത്. ആശങ്കകൾ അകന്നിട്ടില്ല. ഇനിയും ശക്തമായ രീതിയിൽ രോഗത്തിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കാം. എന്നാലും ഒരു സമൂഹം എന്നുള്ള നിലയിൽ നാം വലിയ പ്രതിരോധം മുന്നോട്ട് വെച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. ഈ സമയത്ത് നാം ഒരു സ്വാശ്രിത കേരളത്തെ സ്വന്തം വിഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്വന്തം വികസനത്തെയും ഉൽപ്പാദനത്തെയും മുന്നോട്ട് വെക്കുന്ന ഒരു സമൂഹം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കാനാണ് പോകുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ എല്ലാ സമൂഹങ്ങളും ഈ നിലയിലുള്ളൊരു തിരിച്ചറിവിലേക്ക് പോവുകയാണ്. കാരണം വാഹനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, ആളുകൾ, ഇവരുടെ സമ്പർക്കങ്ങൾ ഒന്നും കൂടാതെ തന്നെ ഒരു സമൂഹത്തിന് അതിജീവിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണത്. വേണമെങ്കിൽ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന ഗ്രാമസ്വരാജിൻ്റെയോ അല്ലെങ്കിൽ സ്വാശ്രിതത്വത്തിൻ്റെയോ ഒക്കെ ഒരു ഭാഷ തിരിച്ചു വരുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ നമ്മൾ ഒരുപക്ഷെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അല്പം ശ്രദ്ധക്കുറവ് കാണിച്ചിരുന്ന കാർഷിക മേഖല, അതും ഭക്ഷ്യവിളകൾ ഒക്കെ തൊട്ടടുത്ത പരിസരത്ത് തന്നെ കിട്ടേണ്ട ആവശ്യമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെ ഒരു നവകേരള നിർമ്മിതി എന്ന് നമ്മൾ പറഞ്ഞത് ഒരു സ്വാശ്രിത കേരള നിർമ്മിതി, അല്ലെങ്കിൽ ലോകത്തിലെല്ലായിടത്തും അതത് സമൂഹങ്ങൾ അവരവരുടേതായ രീതിയിലുള്ള സ്വാശ്രിതത്വം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പോരാടേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സമൂഹമായി നമ്മൾ മാറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മണ്ണുണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ അന്തരീക്ഷമുണ്ട്, മറ്റെല്ലാ തരത്തിലുള്ള ജീവസന്ധാരണത്തിൻ്റെ ഉപാധികൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയത്ത് നമ്മുടെ മനുഷ്യരാക്കി മാറ്റിയ അല്ലെങ്കിൽ നാം ഒരു സമൂഹം എന്ന രീതിയിൽ ഇന്ന് സ്വയം തിരിച്ചറിയുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ബന്ധുത്വം എന്ന് പറയുന്നത് ഭാഷയാണ്, മലയാള ഭാഷ. അപ്പോൾ അതുകൊണ്ട് കേരളം നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തെ തന്നെ നിർമ്മിച്ച ഭാഷയെക്കുറിച്ച്, മലയാള ഭാഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മലയാളം എന്ന് പറയുന്ന ഒരു വിശേഷ ഭാഷയെക്കുറിച്ച് മാത്രമല്ല. ഭാഷ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ആധുനിക സമൂഹത്തിൽ നാം എങ്ങനെയാണ് അതിനെ തിരിച്ചറിയേണ്ടതെന്നും അതൊരു ഉൽപ്പാദന ശക്തി എന്നുള്ള നിലയിൽ, അതൊരു കേവലം ഉപകരണം എന്നുള്ള നിലയിലല്ല, ഒരു ഉൽപ്പാദന ശക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഈ പുതിയ കേരള നിർമ്മിതിയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ വിശാലർത്ഥത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ ഇന്നത്തെ ദിവസം ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് അഭിമാനമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ വലിയൊരു സമരം നടത്തിയിരുന്നു. അതായത് കേരളത്തിലെ PSC പരീക്ഷകൾ മലയാളത്തിൽ കൂടി നടത്തുക എന്ന ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അത്. ഐക്യമലയാള പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിൽ അതിൻ്റെ ഏറ്റവും ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ നിലയിലുള്ള സഹായങ്ങളോടുകൂടി പുരോഗമന കലാസാഹിത്യ സംഘം അതിൻ്റെ തിരുവനന്തപുരം ജില്ല വിശേഷിച്ചും ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അന്ന് ആ സമരം നമ്മൾ നിർത്തിവെക്കാനുണ്ടായിരുന്ന സാഹചര്യം മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമാണ്. അതായത് കേരളത്തിലെ ബിരുദതലം യോഗ്യതയായിട്ടുള്ള എല്ലാ PSC പരീക്ഷകളും മലയാളത്തിൽ കൂടി ന്യൂനപക്ഷ ഭാഷകളിൽ കൂടി നടത്തുന്നതാണ് എന്നുള്ള പ്രഖ്യാപനമായിരുന്നു അത്. ആ പ്രഖ്യാപനം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ വന്ന, അല്ലെങ്കിൽ നാം അന്ന് ഉന്നയിച്ചത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ട് വെച്ചിരുന്നത് KS പരീക്ഷകൾ. കാരണം ആധുനിക കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ
വിഭാഗത്തെ ഉണ്ടാക്കുന്ന പരീക്ഷ അത് മലയാളത്തിൽ കൂടി, ഇംഗ്ലീഷ് വേണ്ടെന്നല്ല, മലയാളത്തിൽ കൂടി നടത്തുക, ന്യൂനപക്ഷ ഭാഷകളിൽ കൂടി ചോദ്യപേപ്പർ കൊടുക്കുക, ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് എഴുതാനുള്ള സാഹചര്യം നിലനിർത്തിക്കൊണ്ട് എന്നുള്ള മുദ്രാവാക്യമായിരുന്നു വെച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് KS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ്റെ ഘട്ടത്തിൽ ബിരുദതലത്തിലുള്ള പരീക്ഷകൾ മലയാളത്തിൽ നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ ഉപദേശം കൊടുത്തെങ്കിൽ കൂടി ഗവൺമെൻറ് പോയില്ല. അതൊരു നിരാശാജനകമായൊരു കാര്യമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ PSCയുടെ പ്രഖ്യാപനം വന്നു. അതായത് ഇനി മുതൽ കേരളത്തിലെ ബിരുദതല യോഗ്യതയുള്ള, അതായത് ബിരുദം യോഗ്യതയായിട്ടുള്ള എല്ലാ PSC പരീക്ഷകളും മലയാളത്തിലും അതേപോലെ തന്നെ കന്നഡ, തമിഴ് എന്ന് പറയുന്ന കേരളത്തിലെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ന്യൂനപക്ഷ ഭാഷകളിലും ചോദ്യപേപ്പർ നൽകിക്കൊണ്ടായിരിക്കും നടത്തുക എന്നുള്ളതാണ്. ഇത് കേരള ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു സന്ദർഭമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കാരണം ആധുനിക കേരളം നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ മുദ്രാവാക്യം വെച്ചതാണ്. ഒരുപക്ഷെ കേരളത്തിലെ തൊഴിൽ പരീക്ഷകൾ മാതൃഭാഷയിൽ കൂടി എഴുതാനുള്ള സാഹചര്യം വേണമെന്നുള്ളത് ആദ്യം ആവശ്യപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. നമ്മുടെ നവോത്ഥാന നായകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ സഹോദരൻ അയ്യപ്പൻ ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ, നമുക്കറിയാം നിവർത്തന പ്രക്ഷോഭം ഒരു തൊഴിലവകാശത്തിന് വേണ്ടിയുള്ള, പൗരസമത്വത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. സവർണാധികാര കുത്തകയിൽ നിന്ന് അധകൃത വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇവർക്കെല്ലാം കേരളത്തിലെ ഔദ്യോഗിക, അല്ലെങ്കിൽ അന്നത്തെ തിരുവിതാംകൂറിലെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ അകത്തേക്ക് തുല്യതയോടുകൂടി കടക്കാൻ കഴിയണം എന്നുള്ളൊരു ആവശ്യമായിരുന്നു അത് ഉന്നയിച്ചത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് സാമൂഹ്യ തുല്യതയ്ക്ക് വേണ്ടിയുള്ള വാദം നടന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സത്യത്തിൽ ഭാഷാസമത്വത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ മലയാളം പഠിച്ചവർക്ക് കേരളത്തിൽ തൊഴിലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം, അതുകൊണ്ട് കേരളത്തിലെ പൊതുപരീക്ഷകൾ മലയാളത്തിൽ കൂടി നടത്തണം എന്നുള്ളത് സഹോദരൻ അയ്യപ്പൻ ഉന്നയിക്കുന്നത്. അത് 1935 അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയുടെ അഭിവൃദ്ധി മാർഗം എന്ന് പറയുന്ന ആ പ്രബന്ധം വന്നിട്ട് ഒരുപക്ഷെ 85 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് കേരള PSC ബിരുദതലത്തിലുള്ള പരീക്ഷകൾ മലയാളത്തിൽ കൂടി ചോദ്യപേപ്പർ നൽകിക്കൊണ്ട് നടത്തും എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു നവോത്ഥാന കേരളത്തിൻ്റെ തുടർച്ചയാണത്. തീർച്ചയായിട്ടും സർക്കാരിനും PSCക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതിനേക്കാളേറെ ഈ സമരത്തിൽ പങ്കാളികളായ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകരുൾപ്പെടെയുള്ള കേരളത്തിൽ അന്നത്തെ ഓണത്തിന് സമരം ഇരുന്നിരുന്ന, നിരാഹാര സമരം ഇരുന്നിരുന്ന കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ സ്വാശ്രയത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഭാഷ എന്ന് പറയുന്നത് അതൊരു ഉപകരണമല്ല. ഏത് തരത്തിലുള്ള കാര്യവും ഏത് ഭാഷയിലും കൂടി നിർവഹിക്കാം എന്ന് കരുതുന്ന കേവലം ഒരു ഉപകരണമായിട്ടല്ല മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളം നിൽക്കുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് മാത്രമല്ല, ലോകത്തിലെ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃഭാഷ കേവലം ഒരു ഉപകരണമല്ല. കാരണം അത് അവരെ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഈ മലയാളത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അസ്തിത്വമുള്ള ആളല്ല. മലയാളം ഇല്ലാതായാൽ ഞാനും ഇല്ലാതാകും. അങ്ങനൊരു പ്രശ്നമുണ്ട്. മറ്റു വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ വിഷയങ്ങൾ ഇല്ലാതായാലും ഞാൻ ഇല്ലാതാകുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷ ഇല്ലാതാകുമ്പോൾ ഞാൻ തന്നെ ഇല്ലാതാകുകയാണ്. അപ്പോൾ അങ്ങനൊരു ആത്മനിഷ്ഠമായ ഒരു അവസ്ഥ ഈ ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഞാൻ തന്നെയാകുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ തത്വചിന്താപരമായി പറയുന്ന ഒരു കാര്യം ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ ഈ കോവിഡിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആശങ്കാജനകമായി നിൽക്കുമ്പോൾ തന്നെ ഈ നിലയിലുള്ള നാം അതിനെ ചെറുത്തു നിന്നുള്ളൊരു അഭിമാനത്തോടൊപ്പം തന്നെ ബിരുദതലത്തിലുള്ള പരീക്ഷകൾ മലയാളത്തിൽ കൂടി നടത്താം എന്നുള്ള PSCയുടെയും സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ആ പ്രഖ്യാപനത്തിൻ്റെ പേരിൽ കൂടി നമുക്ക് അഭിമാനപൂർവ്വം ഈ ചർച്ചയിലേക്ക് കടക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഉദ്ധരിക്കാറുള്ളൊരു കാര്യം, ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏത് സമ്മേളനത്തിലും നമ്മൾ പറയുന്നൊരു കാര്യം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അത് വള്ളത്തോളിൻ്റെ കവിതയാണ്. അതങ്ങനെ പറയുമ്പം നമ്മൾ ധരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാതൃഭാഷ എന്ന് പറയുന്നത് രക്തബന്ധത്തിലൂടെ വരുന്ന ഒരു കാര്യമാണെന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കും. അത് മാതൃഭാഷ രക്തബന്ധത്തിലൂടെ വരുന്ന ഒരു കാര്യമാണ് എന്ന്, അമ്മയുടെ രക്തത്തിലൂടെ കുട്ടികളിലേക്ക് വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ ഭാഷ എന്ന് പറയുന്നത് ജീവശാസ്ത്രപരമായി അല്ലെങ്കിൽ ജനിതകമായി അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ മുൻതലമുറയിൽ നിന്ന് പിൻതലമുറയിലേക്ക് വരുന്ന ഒന്നായിട്ട് നമ്മൾ അറിയാതെ സങ്കല്പിച്ചു പോകുന്നുണ്ട്. വള്ളത്തോളത് വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിലാണ് വെച്ചെങ്കിലും അതിന് നമ്മൾ ഒരു പ്രത്യേക തരത്തിൽ വളരെ സങ്കുചിതമായി വ്യാഖ്യാനിച്ചാൽ അങ്ങനെ ഒരു അപകടം അതിനകത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒന്നും കൂടി അടുത്ത് പരിശോധിച്ചാൽ
ഭാഷ എന്ന് പറയുന്നത് ജന്മസിദ്ധമായി അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണോ എന്ന് ആലോചിച്ച് നോക്കൂ. അത് അങ്ങനെ അല്ലെന്ന് മനസ്സിലാവും. കാരണം അമ്മ എന്നെ, മലയാളിയായ അമ്മ എന്നെ ജനിപ്പിച്ചുകൊണ്ടല്ല ഞാൻ മലയാളം പഠിക്കുന്നത്. അമ്മ എന്നോട് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള സമൂഹം മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടാണ്. രക്തത്തിലൂടെ വന്നതല്ല. ഇപ്പോൾ ഈ അമ്മയുടെ അല്ലെങ്കിൽ മറ്റമ്മമാരുടെ മക്കളായിട്ടുള്ള നമ്മൾ മറ്റൊരു ഭാഷാ സമൂഹത്തിലാണ് വളരുന്നതെങ്കിൽ നമ്മുടെ മാതൃഭാഷ അമ്മയുടെ ഭാഷയാകുകയില്ല. അപ്പോൾ അത് കാണിക്കുന്നത് ഭാഷ എന്ന് പറയുന്നത് ജനിതകമായി രക്തത്തിലൂടെ വരുന്നൊരു കാര്യമല്ല, പകരം അത് സാമൂഹ്യമായിട്ട് വരുന്നൊരു കാര്യമാണെന്നുള്ളത്. ലോക നവോത്ഥാനത്തിൻ്റെ പിതാവായിട്ട് നമ്മൾ പറയുന്ന ദാന്തയാണ് ആദ്യമായിട്ട് എന്താണ് മാതൃഭാഷ നിർവചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഏതൊരു ഭാഷയിലാണോ ആയമാർ സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ എന്നാണ്, അല്ലാതെ അമ്മമാർ എന്നല്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ആയമാർ എന്ന് പറയുമ്പം അത് സാമൂഹ്യമായൊരു കാര്യമാണ്, അമ്മമാർ എന്ന് പറയുമ്പോൾ അത് ജനിതകമായൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഏത് സാമൂഹ്യ സാഹചര്യത്തിലാണോ നമ്മൾ വളരുന്നത് അതാണ് മാതൃഭാഷ. ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഭാഷയ്ക്ക് വേണ്ടിയുള്ള ജനാധിപത്യ സമരങ്ങൾ വംശീയ സമരങ്ങളായി മണ്ണിൻ്റെ മക്കൾ വാദം ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. മാതൃഭാഷ എൻ്റെ അമ്മയുടെ ഭാഷയാണെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു രക്തബന്ധത്തിൻ്റെ ഒരു വിഷയമായിട്ട്, വംശീയതയുടെ ഒരു വിഷയമായിട്ട് നമ്മൾ അറിയാതെ സങ്കല്പിച്ചു പോകും. അത് മണ്ണിൻ്റെ മക്കൾ വാദമായിട്ട് പോകും. നമുക്കറിയാം മഹാരാഷ്ട്രയിലൊക്കെ അത്തരത്തിലുള്ള വളരെ സങ്കുചിതവാദമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എവിടെ നോക്കും, അത് മാതൃഭാഷ എന്ന് പറയുമ്പം ആയുടെ ഭാഷയാണെന്ന് പറയുമ്പോൾ അങ്ങനെ മണ്ണിൻ്റെ മക്കൾ വാദമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന സഹോദര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മക്കൾ പലരും മലയാള മാധ്യമത്തിലാണ് പഠിക്കുന്നത്. അവരുടെ കുട്ടികൾ, നമ്മുടെ കുട്ടികൾ നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് മാധ്യമ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ കുട്ടികൾ മലയാള മാധ്യമത്തിൽ പഠിച്ച് എല്ലാ വിഷയത്തിലും A+ നേടിയ വാർത്തയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അവരുടെ മക്കൾ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാതൃഭാഷയിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഭാഷ സത്യം പറഞ്ഞാൽ മലയാളം അവർക്ക് മാതൃഭാഷയ്ക്ക് തുല്യമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ മലയാളത്തിൽ പഠിക്കാതിരിക്കുകയും നമ്മുടെ കുട്ടികൾ മലയാളമേ തൊടാതിരിക്കുക, മലയാളത്തിൽ പറയാൻ അറിയാതിരിക്കുക, മലയാളത്തിൽ എഴുതാൻ അറിയാതിരിക്കുക. അതേസമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ മലയാളത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യുമ്പോൾ ആരാണ് മലയാളി എന്ന് ചോദിച്ചാൽ ഇതൊരു ചോദ്യമാണ്. നമ്മുടെ രക്തത്തിലൂടെ വരുന്ന മലയാളിയാണോ അതോ സാമൂഹ്യമായിട്ട് സാക്ഷാത്കരിച്ച, ഭാഷയെ സാക്ഷാത്കരിച്ച ആളാണോ മലയാളി? പണ്ട് ക്രിസ്തു ചോദിച്ചതുപോലെ ഏറ്റവും നല്ല അയൽക്കാരൻ ആരാണ് എന്നൊരു ചോദ്യം പോലത്തെ ഒരു ചോദ്യമാണത്. അപ്പോൾ അത് കാണിക്കുന്നത്, നേരത്തെ ദാന്തെ ഉന്നയിച്ചതുപോലെയാണ് നമ്മൾ ഭാഷയെ നിർവചിക്കുന്നതെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ശരിയായ മലയാളി, നമ്മളല്ല എന്ന് വരും. അതിനൊരു തമാശ പറയാം, തമാശകളിൽ ഉള്ളൊരു കാര്യമാണ്. വടക്കേ മലബാറിൽ ഓണപ്പൊട്ടൻ എന്ന് പറയുന്ന ഉത്സവമുണ്ട്. നമുക്കറിയാം, ഓണവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങല്ല, ഒരാൾ വേഷം കെട്ടി നടക്കുകയാണ്. ഈ അടുത്ത കാലങ്ങളിൽ ആ വേഷം കെട്ടി നടന്നിരുന്നത് ഒരു ബംഗാളി യുവാവാണ്. അപ്പോൾ മഹാബലി എന്ന് പറയുന്ന ഓണത്തിൻ്റെ, ചിലപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ മാതൃകയായിട്ടൊക്കെ പറയാറുണ്ടല്ലോ, അത് തന്നെ ബംഗാളിയിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ അത് വലിയൊരു അർത്ഥസൂചനയും കൂടിയാണ്. പാതാളത്തിലിരിക്കുന്ന മലയാളി, പാതാളത്തിലിരിക്കുന്ന മഹാബലി പാതാളത്തിലിരിക്കും എന്ന് പറഞ്ഞാൽ അടിസ്ഥാന വർഗത്തിൽ പ്രതിനിധീകരിക്കുന്ന ആളെന്നർത്ഥം. അടിസ്ഥാന ജോലികളൊക്കെ ചെയ്യുന്നത് ബംഗാളിയായിരിക്കുമ്പോൾ അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന മഹാബലിയും ബംഗാളിയായിട്ടേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കരുതുന്ന പോലെ ഭാഷ എന്ന് പറയുന്നത് ശരീരം അല്ല, അതൊരു സമൂഹ നിർമ്മിതിയുടെ ഭാഗമാണ് എന്ന് പറയാനാണ്. വംശീയമായ ഒന്നല്ല അത് പിന്നെ മതപരമായ ഒന്നല്ല, അതൊരു ആധുനിക സങ്കല്പമാണ്. ആധുനിക സമൂഹങ്ങളായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് ഭാഷാ സമൂഹങ്ങളായിട്ടാണ്. നമ്മൾ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള ഒന്നുമല്ല ഇന്നത്തെ ലോക സമൂഹങ്ങൾ. ആധുനിക സമൂഹങ്ങളായിട്ട് നമ്മൾ പറയുന്നതെല്ലാം തന്നെ ഭാഷാ സമൂഹങ്ങളാണ്. ഭാഷയുടെ പേരില്ല. നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മൾ ഇന്ന് അറിയുന്ന അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഗൾഫിൽ ഹിന്ദു മരിച്ചു, മുസ്ലിം മരിച്ചു, ക്രിസ്ത്യാനി മരിച്ചു എന്നല്ല നമ്മൾ കോവിഡിനെ കുറിച്ച് വാർത്ത കൊടുക്കുന്നത്, മലയാളി മരിച്ചു എന്നാണ്. അപ്പോൾ ആ നിലയിലുള്ള കരുതൽ കൂടി നമുക്ക് വരുന്നത് ഇതൊരു ആധുനിക സങ്കല്പമാണ്. അത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജനത എന്ന് പറയുമ്പോൾ മലയാളികൾ മാത്രമല്ല എന്ന് കൂടി ആലോചിക്കണേ. അത് നമ്മൾ വിട്ടുപോകരുത്. കാരണം കേരളത്തിലെ ഭാഷാന്യൂനപക്ഷങ്ങളായിട്ട് അംഗീകരിക്കപ്പെട്ട 2 ഭാഷകൾ, തമിഴ്, കന്നഡ ഭാഷകളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക പ്രദേശത്ത് 15% ആളുകൾ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഔദ്യോഗിക ഭാഷാന്യൂനപക്ഷങ്ങളായിട്ട് അംഗീകരിക്കണം എന്നാണ് പറയുന്നത്. അവർക്ക് ഭരണഭാഷയായിട്ട് ആ ഭാഷ ഉപയോഗിക്കാനുള്ള, അവരുടെ ഭാഷ ഉപയോഗിക്കാനുള്ള അവകാശം വേണം, അവരുടെ വിദ്യാഭ്യാസ മാധ്യമമായിട്ട് അത് ഉപയോഗിക്കാനുള്ള അവകാശം വേണം എന്നൊക്കെ ഭരണഘടനാപരമായ നിർദ്ദേശങ്ങളുടെ ഭാഗമാണ്. നമ്മളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ PSCയുടെ ഉത്തരവിൽ അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനത്തിൽ പറഞ്ഞൊരു കാര്യം, നമ്മൾ സമരത്തിൽ ഉന്നയിച്ച കാര്യം തന്നെയായിരുന്നു അത്. അതായത് കേരളത്തിലെ ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷയിൽ കൂടി ചോദ്യപേപ്പർ കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട്
മലയാളം സമം കേരളീയൻ എന്ന് വരുന്നില്ല, അല്ലെങ്കിൽ മലയാളം സമം കേരളം എന്ന് വരുന്നില്ല. കേരളത്തിലെ ഭാഷാന്യൂനപക്ഷങ്ങൾ, അതേപോലെ തന്നെ ആദിവാസി ഭാഷകൾ എല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് കേരളത്തിലെ ഭാഷാ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഭാഷയ്ക്ക് വേണ്ടിയുള്ള സർവ്വ അവകാശങ്ങളും സർവ്വ സമരങ്ങളും സർവ്വ ഉത്തരവുകളും സർവ്വ നിയമങ്ങളും ഈ പറയുന്ന ആദിവാസിയെയും അതേപോലെ തന്നെ ഭാഷാന്യൂനപക്ഷങ്ങളെ ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരിക്കണം. അതുകൊണ്ട് ഒരു ഭാഷ അതിൻ്റെ പരമാവധിയിൽ വികസിപ്പിക്കുക എന്ന് നമ്മൾ പറയാം. മലയാളം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഭാഷാന്യൂനപക്ഷ ഭാഷകളെന്ന് നമ്മൾ പറയുന്ന ഭാഷകൾ അടുത്ത ഘട്ടത്തിലേക്ക് വികസിക്കേണ്ടതുണ്ട്. ആദിവാസി ഭാഷകൾ അടുത്ത ഘട്ടത്തിലേക്ക് പടിപടിയായി വികസിപ്പിച്ച് വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതെല്ലാം തുല്യ പദവിയിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് അടുത്ത ഘട്ടത്തിലേക്ക് മെല്ലെ മെല്ലെ വികസിപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ്, അതിനുവേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ഒരു സമൂഹം നടത്തുമ്പോഴാണ് അത് ഭാഷയ്ക്ക് വേണ്ടിയുള്ള ജനാധിപത്യ സമരമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മളിന്ന് കേരള നിർമ്മിതിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ നവകേരള നിർമ്മിതി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്വാശ്രയ കേരള നിർമ്മിതി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ 3 ഘട്ടങ്ങളാണ് നമ്മൾ ചരിത്രത്തിൽ ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ പറയാറ്. ഒന്ന് നവോത്ഥാനം, രണ്ടാമത്തത് മതനവീകരണം, മൂന്നാമത്തത് നമ്മൾ നവോത്ഥാന ആധുനികത എന്ന് പറയുന്ന പ്രബുദ്ധത എന്നൊക്കെ പറയുന്ന 3 ഘട്ടങ്ങൾ ലോകത്തിലെ വിവിധ സമൂഹങ്ങളുടെ വളർച്ചയിലുണ്ടായി എന്ന് പറയും. അതിൽ നവോത്ഥാനത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ദാന്തെ മാതൃഭാഷയെ നിർവചിച്ചു എന്ന് പറഞ്ഞല്ലോ. ലോകത്തിൽ ആദ്യമായിട്ട് ആധുനിക രീതിയിലുള്ള നിർവചനം, ഭാഷ മണ്ടയുണ്ടെങ്കിലും നിർവചനം പിന്നീടാണ് വരുന്നത്. അത് അന്നും ഇതേപോലെ തന്നെ നമ്മളിന്ന് കരുതുന്ന പോലുള്ള ചില പ്രതിസന്ധികളിലൂടെ യൂറോപ്പൊക്കെ പോയൊരു കാലഘട്ടമാണ്. വിശുദ്ധ റോമാ സാമ്രാജ്യം ലത്തീനെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഭാഷാസങ്കല്പമാണ് മുന്നോട്ട് വെച്ചിരുന്നത്. സാഹിത്യ ഭാഷയായാലും ശരി, മതഭാഷയായാലും ശരി, ചിലപ്പോൾ ഔദ്യോഗികമായ വിനിമയങ്ങളായാലും ശരി, അതെല്ലാം തന്നെ ലത്തീൻ ഭാഷയിലായിരുന്നു. ആ കാലഘട്ടത്തിൽ നാട്ടുകാരുടെ ഭാഷയായ, തൻ്റെ നാട്ടുകാരുടെ ഭാഷയായ ഇറ്റാലിയൻ എന്ന് വിളിക്കപ്പെട്ട, പിന്നീടാണ് അങ്ങനെ അതിന് സമുച്ചയമായൊരു ഭാഷയായിട്ട് സങ്കല്പിക്കുന്നത്, ആ നാട്ടുഭാഷ, സാധാരണക്കാരുടെ ഭാഷ, തൊഴിലാളികളുടെ ഭാഷ, കർഷകരുടെ ഭാഷ, സ്ത്രീകളുടെ ഭാഷ, ഈ ഭാഷയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഷാ പ്രബന്ധം, ഒരുപക്ഷെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യത്തെ മാനിഫെസ്റ്റോ, ഡി വൾഗാരി ഇലക്കൻഷ്യ എന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത്. അതിലാണ് അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞ ഈ കാര്യം, മാതൃഭാഷ എന്ന് പറയുന്നത് ആയയുടെ ഭാഷയാണ് എന്നൊരു ആശയം വെക്കുന്നത്. ആ ആശയം മാത്രമല്ല അദ്ദേഹം മുന്നോട്ട് വെച്ചത്, അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഏത് ഭാഷയാണ് ദേവഭാഷ എന്ന് അദ്ദേഹം ചോദിച്ചു. ദേവഭാഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മതഭാഷകളെയാണ് ദേവഭാഷ എന്ന് പറയുന്നത്. അദ്ദേഹം ആ നിർവചനത്തെ മാറ്റിമറിച്ചു. അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ നമ്മൾ ബുദ്ധി കൊണ്ടാണോ കാണുന്നത്, പാണ്ഡിത്യം കൊണ്ടാണോ കാണുന്നത്, അതോ നമ്മൾ മനസ്സുകൊണ്ടാണോ, ഹൃദയം കൊണ്ടാണോ ദൈവത്തെ കാണുന്നത്? ഹൃദയം കൊണ്ടാണ് ദൈവത്തെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും മാതൃഭാഷയാണ് ദേവഭാഷ. കാരണം മനസ്സുകൊണ്ട് ദൈവത്തെ വിളിക്കുക, പടച്ചോനെ എന്ന് വിളിക്കാൻ കഴിയുക, എന്ന് വിളിക്കാൻ കഴിയുമ്പോൾ ഓ മൈ ഗോഡ് എന്ന് വിളിക്കുന്നതിനേക്കാളും ഒരടുപ്പം നമുക്കുണ്ട്. അത് ഹൃദയം കൊണ്ടുള്ള വിളിയാണ്. എല്ലാത്തരം ആശ്രയങ്ങളും വിടുമ്പോൾ ഉള്ള നിലവിളിയാണ്. ആ നിലവിളി ഹൃദയം കൊണ്ടാകുമ്പോൾ, സമർപ്പണത്തിൻ്റെ രീതിയിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും ദേവഭാഷ എന്ന് പറയുന്നത് മാതൃഭാഷയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം ഇറ്റാലിയനാണ് ദേവഭാഷ, അല്ലെങ്കിൽ ലോകത്തിലെ മാതൃഭാഷകളാണ് ദേവഭാഷകൾ, അല്ലാതെ മേലെ നിന്നൊരു പണ്ഡിതൻ നമ്മുടെ മേൽ ബുദ്ധിപൂർവം വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഭാഷയല്ല, അബോധമായി നാം പരിസരങ്ങളിൽ നിന്ന് സ്വാംശീകരിക്കുന്ന ഭാഷയാണെന്ന് പറയുന്നതോടുകൂടി ഭാഷയെ സംബന്ധിച്ച ആധുനിക ജനാധിപത്യ സങ്കല്പത്തിൻ്റെ തുടക്കം അദ്ദേഹം ഇടുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഒരു ഘട്ടം അതിൻ്റെ തുടർച്ചയായി തന്നെ വരുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഭാഷയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മലയാളത്തിന് വേണ്ടി വാദിക്കുമ്പോൾ, പലപ്പോഴും പറയുന്ന ആളുകൾക്കെതിരെ ഉന്നയിക്കുന്നൊരു വാദം, ഈ ഭാഷയ്ക്ക് വേണ്ടി പറയുന്ന ആളുകൾ, മാതൃഭാഷയ്ക്ക് വേണ്ടി പറയുന്ന ആളുകൾ ഇംഗ്ലീഷ് വിരോധികളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അറിഞ്ഞോ അറിയാതെയോ പരത്തുന്നുണ്ട്, അല്ലെങ്കിൽ പരക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം നോക്കിയാൽ ഒരുപക്ഷെ ഭാഷയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമരം നടത്തിയ ആളുകൾ, ഒരുപക്ഷെ നമ്മളെക്കാളേറെ കൂടുതൽ ആസൂത്രണം ഭാഷയ്ക്ക് വേണ്ടി നടത്തിയ ഒരു ജനതയാണ് ഇംഗ്ലീഷ് ജനത. AD 1066 നോർമൻകാരെന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ജനത ഇംഗ്ലണ്ടിനെ കീഴ്പ്പെടുത്തുന്നു. അവർ കീഴ്പ്പെടുത്തിയപ്പോൾ ഒരു ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. അവർ അവിടുത്തെ സർവ്വ വ്യവഹാരങ്ങളും ഫ്രഞ്ചിലും ലത്തീനിലും ആക്കി മാറ്റി. ഇംഗ്ലീഷ് അവിടെ ഇന്ന് നമ്മൾ മലയാളത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും എത്രയോ പരിതാപകരമായ ഒരു അവസ്ഥയിലുണ്ടായിരുന്നത്. അടുക്കളയിലെ സ്ത്രീകൾ, അതുപോലെ കർഷകർ, അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് അന്ന് മാതൃഭാഷയായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. അന്തസ്സുള്ള ഒരാൾ പോലും ഇംഗ്ലീഷ് ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ 1400 അന്തരിച്ച ജെഫ്രി ചോസർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മഹാകവി, അദ്ദേഹത്തിൻ്റെ കാൻറ്റർബറി ടെയിൽസിൽ അദ്ദേഹം പറയും, നോക്കൂ, അദ്ദേഹം ഒരു സ്ത്രീയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയും, നോക്കൂ, ആ പൊങ്ങച്ചക്കാരി സ്വന്തം ഭാഷയായ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, അവർ ഫ്രഞ്ച് അധിനിവേശ ഭാഷയായ അല്ലെങ്കിൽ ഉപരിവർഗത്തിൻ്റെ ഭാഷയായ
ഫ്രഞ്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ ആ ഫ്രഞ്ച് സാക്ഷാൽ ഫ്രഞ്ചുകാർക്ക് പാരീസുകാർക്ക് കേട്ടാലോട്ട് മനസ്സിലാവുകയുമില്ല എന്ന് അദ്ദേഹം ആ സാഹിത്യകാരനെ പരിഹസിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ജെഫ്രി ചോസർ ഇംഗ്ലീഷിൽ കവിത എഴുതുന്നത് പോലും ഒരു ഭാഷാ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ അദ്ദേഹം രാജസദസ്സിൽ തൻ്റെ നമ്മുടെ കവികളൊക്കെ പറഞ്ഞതുപോലെ ഒഴിയിൽ ചെറിയവർക്ക് അറിയുമാറ് ഉര ചെയ്തതാണ് സ്വന്തം ഭാഷയിൽ. അങ്ങനെ ഇംഗ്ലീഷിനെ സാഹിത്യ ഭാഷയാക്കാൻ പോലും വലിയ സമരം നടക്കേണ്ടി വന്നു. ആ സമരത്തിൻ്റെ നേതാവിൻ്റെ പേരാണ് സത്യം പറഞ്ഞാൽ ജെഫ്രി ചോസർ. അതുകൊണ്ട് ഭാഷയ്ക്ക് വേണ്ടി കേരളത്തിൽ സമരം നടക്കുമ്പോഴും നമ്മൾ ജെഫ്രി ചോസറെ പോലുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കും, അല്ലെങ്കിൽ ദാന്തയെക്കുറിച്ച് ഉള്ള ആളുകളെ കുറിച്ച് ആലോചിക്കും, പോലെയുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ഭാഷാ പ്രശ്നം ഒരു സാർവലൗകികമായ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഇംഗ്ലീഷുകാർ ഇങ്ങനെയുള്ള വലിയ ഇടപെടൽ നടത്തിയിട്ടും ഇംഗ്ലണ്ടിലെ അടുത്ത ഘട്ടത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഭരണഭാഷയാക്കാനോ ഇംഗ്ലണ്ടിലെ കോടതി ഭാഷയാക്കാനോ അവർക്ക് പറ്റിയില്ല. ഇംഗ്ലണ്ടിലെ കോടതി ഭാഷയാക്കാൻ വേണ്ടി 15-ാം നൂറ്റാണ്ടിൽ വരെ ഇടപെടൽ ഒരുപാട് ഉണ്ടായിട്ടും 18-ാം നൂറ്റാണ്ട് വേണ്ടി വന്നു ഇംഗ്ലണ്ടിലെ കോടതി ഭാഷ ഇംഗ്ലീഷാക്കാൻ. ജോർജ് രണ്ടാമൻ രാജാവ് ഇനി കോടതിയിൽ ഇംഗ്ലീഷ് അല്ലാതെ മറ്റേതെങ്കിലും ഭാഷ ഫ്രഞ്ചോ ലത്തീനോ ഉപയോഗിച്ചാൽ 50 പവൻ പിഴ എന്ന് പിഴ ചുമത്തിയിട്ടാണ് അവർ ഭാഷയെ തിരിച്ചു പിടിച്ചത്. സാധാരണ ആളുകൾ ചോദിക്കും, ഉത്തരവ് കൊണ്ട് അല്ലെങ്കിൽ ആക്ട് കൊണ്ട് ഭാഷയെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ലോകത്തിലെ എല്ലാ ഭാഷകളുടെ ചരിത്രം നോക്കിയാലും ഉത്തരവുകളിലൂടെയും ആക്ടിലൂടെയും സമരങ്ങളിലൂടെയും തന്നെയാണ് ഭാഷാവകാശങ്ങൾ മറ്റെല്ലാ മനുഷ്യാവകാശങ്ങളെ പോലെ തിരിച്ചു പിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. തിരിച്ചു പിടിച്ചു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പണ്ടേ ഉണ്ടെന്ന് ധരിക്കും. അല്ല, പലപ്പോഴും ഇതൊക്കെ പുതിയ നിർമ്മിതികളാണ്. മനുഷ്യ പുരോഗതിയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങളുടെ തിരിച്ചറിവ്. അപ്പോൾ അതേപോലെ മതപരമായ കാര്യങ്ങളിൽ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മതത്തിൻ്റെ കാര്യത്തിൽ ഇത് വന്നു. യൂറോപ്പിൽ ബൈബിൾ ലത്തീൻ ഭാഷയിൽ പ്രചരിച്ചിരുന്നൊരു കാലത്ത് നിന്ന് മാറിയിട്ട് മാതൃഭാഷയിൽ ബൈബിള് വായിക്കാനും മനസ്സിലാക്കാനുമുള്ള സമരമായിരുന്നു യൂറോപ്പിലെ ഭാഷകൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അവിടുത്തെ മതനവീകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന മാർട്ടിൻ ലൂഥറിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ജർമ്മൻ ഭാഷയിൽ അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്യുന്നു, വൈക്ലിഫ് ഇംഗ്ലീഷ് ഭാഷയിൽ അത് വിവർത്തനം ചെയ്യുന്നു. അങ്ങനെ വിവർത്തനം ചെയ്തപ്പോൾ ഭക്തി ജനായത്തവൽക്കരിക്കപ്പെട്ടു. അതായത് ദൈവാധികാരം മനുഷ്യൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ മനുഷ്യനിലേക്ക് നേരിട്ട് സുതാര്യമായിട്ട് വന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇനി പുരോഹിതന്മാരുടെ ഇടനിലയില്ലാതെ ദൈവത്തെ നേരിട്ട് വിളിക്കാം. നേരത്തെ പറഞ്ഞല്ലോ, പടച്ചവനെ നേരിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ നേരിട്ട് വിളിക്കാം എന്ന് കരുതുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഭക്തിയുടെ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത്. ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യയിൽ നോക്കിയാൽ അറിയാം, ഇന്ത്യയിൽ ബുദ്ധ മത കാലഘട്ടത്തിലാണ് ഭാഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഇടപെടൽ വരുന്നത്. ബുദ്ധൻ മാതൃഭാഷയിലാണ് സംസാരിച്ചത്, സംസ്കൃതത്തിലല്ല. അശോകൻ്റെ ഭരണഭാഷ അതാത് നാടുകളിലെ മാതൃഭാഷയായിരുന്നു. അതിൻ്റെ രണ്ടാം വരവ് നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനം നോക്കിയാൽ അത് സവർണാധികാരത്തിനെതിരായിരുന്നു, പുരുഷാധിപത്യത്തിനെതിരായിരുന്നു, അത് വലിയ രീതിയിൽ മതേതരമായിരുന്നു. അവിടെയാണ് രാമനും റഹീമും കബീറിനെ പോലുള്ള ആളുകളൊക്കെ മുന്നോട്ട് വെച്ച ഭക്തി വരുന്നത്. ആ ഭക്തി സാധാരണക്കാരൻ്റെ ഭക്തി ആയതുകൊണ്ട് നാട്ടുഭാഷയിലായിരുന്നു. നമ്മുടെ എഴുത്തച്ഛൻ്റെ ആയാലും ശരി, കൃഷ്ണകഥാകാരൻ്റെതായാലും പൂന്താനത്തിൻ്റെതായാലും നമ്മുടെ മുഹിദ്ദീൻ മാലാകാരൻ്റെതായാലും ഒക്കെ തന്നെ ആ ഭക്തി നാട്ടുഭാഷയിലൂടെയാണ് വന്നത്. അതുകൊണ്ട് ഈ നിലയിൽ നോക്കിയാൽ ഇന്ത്യയിലും രണ്ട് ഘട്ടങ്ങൾ, അതായത് സാഹിത്യ ഭാഷയായിട്ട് മാതൃഭാഷകൾ ഉപയോഗിക്കാനും മതവിനിമയത്തിൻ്റെ ഭാഷയായിട്ട് മാതൃഭാഷകൾ ഉപയോഗിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതാണ് കേരളത്തിലെ അവസ്ഥ. കേരളത്തിൽ സാഹിത്യ ഭാഷ എന്നുള്ള നിലക്ക് മലയാളം നിലനിൽക്കുന്നു. എല്ലാവരും അത് അഭിമാനപൂർവ്വം പറയുന്നത് ശരിയാണ്. താനും മതത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ മാതൃഭാഷ തന്നെ. ഇപ്പോൾ അള്ളാഹ് എന്ന് പറയുന്നത് മലയാള ഭാഷയാണ്. മുഹിദ്ദീൻ മാലയും പുത്തൻപാനയും ജ്ഞാനപ്പാനയും ഒക്കെ ഒരേ ഭാഷയിലാണ് നമ്മൾ അറിയുന്നത്. കേരളത്തിൻ്റെ അഭിമാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ലോകത്തിലെ ഏറ്റവും സുഘടിതമായ ഒരു ഭാഷാ സമൂഹമാണ് നമ്മൾ. അതിൻ്റെ മേന്മകളും കുറവുകളും എന്നുള്ള നിലക്കല്ല ഞാൻ പറയുന്നത്. ലോകത്തിലെ ഭാഷാ സമൂഹങ്ങൾ ഇപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ യൂറോപ്പിനെയും അമേരിക്കയെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ മേന്മകളും കുറവുകളൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ലോക ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിലെ 70 കോടിയാണ് യൂറോപ്യൻ ജനസംഖ്യ, 32 കോടിയാണ് അമേരിക്കയിലെ ജനസംഖ്യ. രണ്ടും ചേർന്നാൽ 102 കോടിയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ 130-ലേറെ കോടി നമുക്കറിയാം. അപ്പോൾ അത്ര വലിയൊരു ജനതയാണ് നമ്മൾ. ലോകത്തിലെ ആദ്യത്തെ 30 ഭാഷകളിൽ 11 ഭാഷകളും ഇന്ത്യൻ ഭാഷകളാണ്. ആ ഭാഷകളിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഔദ്യോഗിക ഭാഷ മലയാളമാണ്. അപ്പോൾ ലോകത്തിൽ മലയാള ഭാഷയുടെ സ്ഥാനം ആ നിലക്ക ലോകത്തിൻ്റെ പുതിയ വലിപ്പത്തെക്കുറിച്ച് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഈ കാര്യം കൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ലോകത്തിലെ ആദ്യത്തെ 26ാമത്തെ ഭാഷയാണ് മലയാളം. പല യൂറോപ്യൻ ഭാഷകളും കേരളത്തേക്കാൾ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ.
ഗ്രീക്ക് 42-ാം സ്ഥാനത്താണ്. 4 സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളേറെ കൂട്ടിയാലുള്ളതിനേക്കാൾ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് മലയാളികൾ. പോർച്ചുഗലിലെ ജനസംഖ്യ 1 കോടിയാണ്, നമ്മൾ 3.5 കോടിയാണ്. അപ്പോൾ അത്ര വലിയ ഒരു ജനതയാണ് നമ്മളതിന് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൂ. മാത്രമല്ല ഇന്ത്യയിലെ ജനസംഖ്യയും ജനസമൂഹത്തിൻ്റെ വലിപ്പവും നോക്കിയാൽ അതിന് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് UP-യിലെ ജനസംഖ്യ റഷ്യയേക്കാൾ കൂടുതലാണ്. തൊട്ടടുത്തിരിക്കുന്ന തമിഴ്നാടിൻ്റെ ജനസംഖ്യ ഗ്രേറ്റ് ബ്രിട്ടന് തുല്യമാണ്. അപ്പോൾ അത്ര വലിയൊരു ഭാഷാ സമൂഹമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത്. ആ ഇന്ത്യയിലെ ഭാഷകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഒരു പ്രദേശത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഷ എന്നുള്ളത് മലയാളം. 97% ആളുകൾ കേരളത്തിൽ മലയാളമാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഈ നിലയിലുള്ള ഒരു ശതമാനക്കണക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. കർണാടകം വലിയ ഭാഷാഭിമാനികളാണ്, നമ്മളെക്കാൾ മുന്നിലെത്തിയ ആളുകളാണ്. 65% കന്നഡ മാതൃഭാഷയായിട്ടുള്ള ആളുകൾ. സംയുക്ത ആന്ധ്രയിൽ പഴയ കണക്ക് നോക്കിയാൽ 83% ആളുകൾ തെലുങ്ക് മാതൃഭാഷയായിട്ടുള്ള ആളുകളാണ്. 17% ഭാഷ ഇതര ഭാഷകളാണ്. അതുകൊണ്ട് ഹൈദരാബാദിലെ ഒരു മുസ്ലിമിന് അവിടുത്തെ ഒരു ആന്ധ്രയിലെ ശ്രീശ്രീയെ പോലുള്ള ഒരു കവിയെ അറിയില്ല. കർണാടകത്തിൽ ഇതേ പ്രശ്നമുണ്ട്, അവിടുത്തെ മുഖ്യ ഭാഷകൾ വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഭാഷാഭിമാനികളായിട്ട് നമ്മൾ പറയുന്ന തമിഴ്നാട്ടിൽ പോലും 90% താഴെയാണ് തമിഴ് മാതൃഭാഷയായിട്ടുള്ള ആളുകൾ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും 90% കൂടുതൽ ആളുകൾ ഒരു ഭാഷ സംസാരിക്കുന്നില്ല. ബംഗാളിൽ പോലും 10% ഭാഷ ഹിന്ദിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കേരള സമൂഹത്തിലെ നവോത്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു ആശയം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ 96% ജനങ്ങളിലേക്ക് ഭാഷയിലൂടെ എത്തുന്നുണ്ട് ഒറ്റ വഴിക്ക്. അത് നമ്മുടെ ഒരു വലിയ ശക്തിയാണ്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ഏകദേശം കേരളത്തിലെ മുഴുവൻ ആളുകളിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്ന് ആലോചിക്കണം. അപ്പോൾ ഹിന്ദി സംസ്ഥാനങ്ങളിൽ പോലും അതാണ്. നമുക്കറിയാലോ, ഹിന്ദിയുടെ ചരിത്രത്തിലേക്ക് ഞാൻ പിന്നീട് സമയമുണ്ടെങ്കിൽ വരാം. അവിടെയും പല ഭാഷകളുടെ വിസ്ഥാപനം ചെയ്തുകൊണ്ട്, ആദേശം ചെയ്തുകൊണ്ടാണ് ഹിന്ദി വരുന്നത്. അപ്പോൾ നമ്മുടെ ശക്തി മതേതരമായ ശക്തിയാണ്. അമ്മയും ഉമ്മയും അമ്മച്ചിയും ഒക്കെ ഉപ്പും മുളകും പരസ്പരം കൈമാറുന്നൊരു ഭാഷയാണ് നമ്മുടെ ഭാഷ. അതുകൊണ്ട് കേരളത്തിൻ്റെ ഈ വലിപ്പത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഇന്ത്യയിലെ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആധുനിക സമൂഹമായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു പങ്ക് നമ്മുടെ ഭാഷാപരമായ ഈ ഒരു തലം, ഐക്യത്തിൻ്റെ തലത്തിനുണ്ട്, നമ്മൾ അറിയണം. ഇത് നമ്മുടെ ഇതര ഭാഷകളെക്കുറിച്ച്, അതായത് കേരളത്തിൽ തന്നെയുള്ള ഭാഷാന്യൂനപക്ഷങ്ങളെയും ആദിവാസി ഭാഷകളെയും കുറിച്ചുള്ള കൂടുതൽ കരുതൽ നമ്മൾ ഉണ്ടാക്കാനും കൂടി നമ്മളെ അത് നിർബന്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ ഒപ്പത്തെ പറയുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ഈ കേരളത്തെക്കുറിച്ച് ഇപ്പോൾ PSCയുടെ കാര്യമായാലും ശരി, നമ്മളിപ്പോൾ നവകേരളത്തെക്കുറിച്ച് നിർമ്മിക്കുന്ന ഒരു കാര്യമായാലും ശരി, അവിടെ ആധുനിക സമൂഹ നിർമ്മിതിയുടെ അടുത്ത ഘട്ടം വളരെ നിർണായക. 2 കാര്യമാണ് ഒരുപക്ഷെ ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കോവിഡിന് മുമ്പ് വലിയ ഒരു സമരം ഇന്ത്യയിൽ നടന്നുവല്ലോ, എല്ലാവർക്കും അറിയാം. അതായത് CAA-ക്കെതിരെയുള്ള പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള സമരം. അപ്പോൾ അവിടെ വ്യക്തമായും ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെതിരെ വലിയ പ്രതിരോധം ഉണ്ടായി. ആ പ്രതിരോധത്തിൻ്റെ സ്വഭാവം നമ്മൾ കണ്ടു. അതിൽ സെക്യുലറായ, ലിബറലായ ഒരു വലിയ ആശയാവലി മുൻനിർത്തിക്കൊണ്ടുള്ള സമരം നടന്നു. അതേസമയത്ത് മതപരമായ കാഴ്ചപ്പാട് മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ സമരവും നടന്നു. അത് രണ്ടും നമ്മൾ കണ്ടു. അതിൻ്റെ പരിമിതികളും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവിടെയും ആ വിഷയം പ്രസക്തമാണ്. ആധുനിക ഇന്ത്യയെ മതസമൂഹമായിട്ടാണോ, മതസമൂഹങ്ങളുടെ സമാഹാരമായിട്ടാണോ നമ്മൾ കാണേണ്ടത്, അതോ ഭാഷാ സമൂഹങ്ങളുടെ, ആധുനിക ജനാധിപത്യ ഭാഷാ സമൂഹങ്ങളുടെ ഒരു സമുച്ചയമായിട്ടാണോ കാണേണ്ടത്? അതായത് ഇന്ത്യയെ ഒരു ഫെഡറൽ സമൂഹമായിട്ട് ഒരു സമുച്ചയമായിട്ടാണോ കാണേണ്ടത്, അതോ മതത്തിൻ്റെ 2 മതങ്ങളുടെ അല്ലെങ്കിൽ 2ലേറെ മതങ്ങളുടെ ഒരു കാര്യമായിട്ടാണോ കാണേണ്ടത്? തീർച്ചയായിട്ടും മതങ്ങൾക്കെതിരെയുള്ള, ന്യൂനപക്ഷത്തിന് വിശേഷിച്ചും എതിരെയുള്ള എല്ലാതരം പ്രതിരോധങ്ങളും എതിരെയുള്ള അക്രമത്തിനെതിരെയുള്ള പ്രതിരോധങ്ങൾ വലിയ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അതിനൊപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്, എല്ലാവർക്കും അറിയാം. പക്ഷെ അതേ സമയത്ത് ആ സമരത്തെ ബഹുത്വപരമായ ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാനാത്വം എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സാംസ്കാരിക ബഹുത്വം എന്ന് പറയുമ്പോൾ മതപരമായ ബഹുത്വം മാത്രമായിട്ട് ചുരുക്കി കണ്ടാൽ നമ്മുടെ പ്രതിരോധം ദുർബലപ്പെടും. പകരം ഇന്ത്യ എന്ന് പറയുന്നത് ആധുനിക ഭാഷാ സമൂഹങ്ങളുടെ സമുച്ചയമായിട്ട് നമ്മൾ കണ്ടാൽ തീർച്ചയായിട്ടും ആ പ്രതിരോധത്തിന് ആധുനിക സ്വഭാവം വരും. ഞാനത് പറയാൻ കാരണം, യൂറോപ്പിൻ്റെ ചരിത്രം എടുത്താൽ അവിടെ നമ്മൾ ഇന്ന് കാണുന്ന, ഇന്ത്യയിൽ കാണുന്നതിനേക്കാൾ വലിയ മതയുദ്ധങ്ങളിലൂടെ പോയൊരു സമൂഹമാണ് യൂറോപ്പ്. നമുക്കൊക്കെ അറിയാം, അവിടെ വലിയ ഈ മതസംഘർഷങ്ങളുണ്ടായി, നൂറ്റാണ്ട് യുദ്ധങ്ങളുണ്ടായി, ക്രിസ്തീയ ഇസ്ലാമിക മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. അതിനെ എങ്ങനെയാണ് യൂറോപ്പ് പരിഹരിച്ചത്? അവരെ പരിഹരിച്ചത്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഇസ്ലാമാണ്, ഞാൻ മുസ്ലിമാണ്
എന്നുള്ള ആത്മബോധത്തിന് പകരം, അത് വേണ്ടെന്നവർ പറഞ്ഞില്ല, ഇല്ലാതാക്കിയിട്ടില്ല അവർ, പക്ഷെ അതിനേക്കാളേറെ ഞങ്ങളൊരു ഭാഷാ സമൂഹമാണ് എന്ന് അടുത്ത ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഞാൻ ക്രിസ്ത്യാനി, ഞാൻ മുസ്ലിം എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇംഗ്ലീഷുകാരൻ, ഞാൻ ഇംഗ്ലീഷുകാരി, ഞാൻ ജർമ്മൻകാരൻ, ഞാൻ ജർമ്മൻകാരി, ഞാൻ ഫ്രഞ്ചുകാരൻ, ഞാൻ ഫ്രഞ്ചുകാരി എന്ന നിലയിൽ ആധുനിക ഭാഷാ സ്വത്വത്തിൻ്റെ തലത്തിൽ സമൂഹ സൃഷ്ടിയെ നടത്തിയപ്പോഴാണ് അവർക്ക് മതപരമായ വംശീയമായ സങ്കല്പത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ഇന്ത്യക്ക് നിർണായകമായ ഒരു കാര്യമാണ്. കാരണം നാം ഹിന്ദു അല്ലെങ്കിൽ നാം ക്രിസ്ത്യാനി, നാം മുസ്ലിം എന്ന് പറയുന്നതിന് പകരം ഞാൻ മലയാളി, അല്ലെങ്കിൽ ഞാൻ കേരളീയൻ, ഞാൻ തമിഴൻ എന്നുള്ള മട്ടിലുള്ള ഒരു പുതിയ തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ നവോത്ഥാന കാലത്ത്, നമ്മുടെ ദേശീയ സമരത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് തന്നെയാണ് യൂറോപ്പിലും നടന്നത്. അപ്പോൾ ആ പ്രക്രിയ സത്യം പറഞ്ഞാൽ ഇനിയും തുടരേണ്ട ഒരു പ്രക്രിയയാണ്. അത് കേവലം അഭിമാനത്തിൻ്റെ പ്രശ്നമല്ല, അതിൻ്റെ അകത്ത് വലിയ ഒരു ആസൂത്രണത്തിൻ്റെ അല്ലെങ്കിൽ വിമോചന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട സമരത്തിൻ്റെ ഒരു കാര്യമുണ്ട്. അവിടെ ചെറിയ 1-2 കാര്യം ഞാൻ പറയാം. മതസമൂഹങ്ങളുടെ സ്വത്വബോധം, ആത്മബോധം എന്താണ്? അത് ഞാൻ ആത്മാവാണ് എന്നുള്ള സങ്കല്പം. അപ്പോൾ ആത്മാവാണെന്ന് സങ്കല്പിക്കുന്ന ആളുകൾ, ഇതിനൊക്കെ സ്വന്തം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷെ പൊതുവെ ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ മതങ്ങൾ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ പരലോകത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന് മുമ്പേ തന്നെ നിലനിൽക്കുന്ന ആത്മാക്കളായിട്ടാണ് സ്വയം കാണുന്നത്. ആ ആത്മാക്കൾ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു ഇടവേള മാത്രമാണ് ഈ ഭൂമിയിലെ ജീവിതം. അപ്പോൾ അവർ പരലോകത്തിലാണ് കേന്ദ്രീകരണം. അത്തരം ഒരു സമൂഹ സങ്കല്പത്തിന്, ആത്മാവിനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമൂഹ സങ്കല്പത്തിന് ഒരിക്കലും ഒരു ആധുനിക സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതാണ് മതസമൂഹത്തിന് ഒരിക്കലും ആധുനിക സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയാത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന നവോത്ഥാനം കഴിഞ്ഞ് പ്രബുദ്ധതയൊക്കെ വന്നപ്പോൾ, 17-ാം നൂറ്റാണ്ടൊക്കെ യൂറോപ്പിലെത്തിയപ്പോൾ അവർ ആത്മാവല്ല, ഞാൻ ഈഗോ ആണ് എന്ന് പറഞ്ഞു. അഹംബോധം പുതിയൊരു രീതിയിൽ വന്നു. ചിന്തയിൽ നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ, ഐ തിങ്ക് ദെർഫോർ ഐ ആം, ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാൻ ഉണ്ട്. ഈ പുതിയ ബോധം സത്യം പറഞ്ഞാൽ ആത്മാവ് എന്നതിനെ മാറ്റിയിട്ട് ഞാൻ ഈഗോ ആണ്, അതായത് സെക്യുലറായ ഒരു അഹമാണ്, ചിലപ്പോൾ അത് പലപ്പോഴും ശരീരത്തു നിന്ന് വേർപെട്ട ഒരു മനസ്സാണ് എന്നൊക്കെ സങ്കല്പിച്ചു. ഈ ഒരു പുതിയ ഈ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഭാഷാ സമൂഹങ്ങളും സെക്യുലർ എന്നുള്ള ബോധവും ഒക്കെ വരുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് യൂറോപ്പിൽ ലിബറൽ ജനാധിപത്യം വരുന്നത്. അതായത് ഭാഷയെ മുൻനിർത്തിക്കൊണ്ടുള്ള സമൂഹ നിർമ്മിതിയാണ് ലിബറൽ ജനാധിപത്യ സമൂഹ നിർമ്മിതി. അതായത് ഭാഷാ സമൂഹങ്ങളായി കൊണ്ട് മാത്രമേ ലിബറൽ സമൂഹ നിർമ്മിതി സാധ്യമാവുകയുള്ളൂ. യൂറോപ്പിലെ ചരിത്രം പഠിപ്പിക്കുന്നതാ. നമ്മൾ ഭാഷയെ പിന്തള്ളിക്കൊണ്ട്, ഭാഷാ സ്വത്വത്തെ പിന്തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ ഭാഷാ ഉപദേശീയ അല്ലെങ്കിൽ ദേശീയതയെ പിന്തള്ളിക്കൊണ്ട് ഒരിക്കലും നമുക്കൊരു ലിബറൽ ജനാധിപത്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധ്യമല്ല. ലിബറൽ ജനാധിപത്യം പ്രതിസന്ധിയെ നേരിടുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഭാഷയുടേതായ അല്ലെങ്കിൽ മതസ്വത്വത്തിനപ്പുറത്ത് വികസിക്കേണ്ട ഭാഷാ സമൂഹ സങ്കല്പത്തിൻ്റെ വികാസത്തെ കൂടി ബാധിച്ചു എന്നാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ ഉദാഹരണം യൂറോപ്പിലേക്ക് തന്നെ പോയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലെ കാര്യം പറയാറുണ്ട്. ഇംഗ്ലണ്ടിൽ 1215 എല്ലാവർക്കും അറിയാം, മാഗ്ന കാർട്ട എന്ന് പറയുന്ന വലിയ പ്രഖ്യാപനം ഉണ്ടാവുന്നു. ജോൺ രാജാവ് ജനാധിപത്യത്തെ മുൻനിർത്തിയിട്ടുള്ള വലിയ ജനസമ്മർദ്ദത്തിന് അന്നത്തെ പ്രഭുക്കൾ എന്ന് വേണം പറയാം, ജനങ്ങൾ എത്രത്തോളം പറയാമെന്നറിയില്ല. എന്തായാലും അന്നത്തെ ചില ജനാധിപത്യ അവകാശങ്ങളൊക്കെ അദ്ദേഹത്തിന് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അത് തീർച്ചയായിട്ടും ആ മാഗ്ന കാർട്ട ലത്തീൻ ഭാഷയിലാണ് എഴുതിയത്. പക്ഷെ അത് കഴിഞ്ഞ് 1258 വേറൊരു ബഹുജന മുന്നേറ്റം ഉണ്ടായി. അത് പ്രഭുക്കളും, അത് തീർച്ചയായിട്ടും അവിടുത്തെ അന്നത്തെ ജനാധിപത്യത്തെ പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ പ്രഭുക്കളാണ്. ആ പ്രഭുക്കളുടെ അവകാശം, അതായത് നാട്ടവകാശങ്ങൾ, ചെറിയ ചെറിയ നാടുകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ സമ്മർദ്ദവും സമരവും നടത്തി. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഇംഗ്ലീഷ് രാജാവും അവിടുത്തെ പ്രഭുക്കളും തമ്മിൽ ഒരു കരാറുണ്ടായി. ആ കരാറ് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. അതായത് ഭരണഭാഷ ലത്തീനിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറിയപ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യത്തെ രേഖ രൂപപ്പെടുന്നതെന്നർത്ഥം. നിങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം മുഴുവൻ നോക്കി അറിയാം, ഇംഗ്ലീഷ് ഭാഷയുടെ വികാസം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ജനാധിപത്യത്തിൻ്റെ വികാസം. അത് ഭരണഭാഷ എന്നുള്ള നിലക്ക് അതൊരു പിന്നീട് അവർ ശക്തമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ BSc സമരത്തിനൊക്കെ ഉന്നയിച്ചൊരു കാര്യമാണ്, പലരും എതിരായിട്ട് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. നമ്മൾ ഇന്ന് കരുതുന്നതിനേക്കാളും, നമ്മളിന്ന് മലയാളത്തിന് വേണ്ടി നടത്തുന്ന സമരത്തെക്കാളും വലിയൊരു സമരം അവർ ഇംഗ്ലീഷ് ഭാഷ വിജ്ഞാന ഭാഷയാക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ വിജ്ഞാന ഗ്രന്ഥങ്ങൾ ആദ്യം എഴുതുന്ന ആളുകൾ വലിയ ക്ഷമാപണത്തോടു കൂടിയിട്ടാണ് അവരുടെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ എഴുതിയത്.
അവർ പറഞ്ഞു, നോക്കൂ, ലത്തീൻ ഭാഷയിലാണ് എല്ലാവരും എഴുതുന്നത്, പക്ഷേ ഞാൻ എൻ്റെ നാട്ടുഭാഷ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആദ്യത്തെ ശാസ്ത്രഗ്രന്ഥങ്ങൾ എഴുതുന്നത്. ഇത് തന്നെയാണ് ലോകത്തിൻ്റെ നവോത്ഥാനം കഴിഞ്ഞിട്ടുള്ള പ്രബുദ്ധതയുടെ ഘട്ടത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. അതായത് ആധുനിക വിജ്ഞാനങ്ങളെ അവരവരുടെ മാതൃഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതോടുകൂടിയാണ് അവരൊരു ആധുനിക ശാസ്ത്ര സമൂഹമായിട്ട് മാറുന്നത്. അതായത് ഇന്ത്യയിൽ അല്ലെങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ എന്ന് വേണേൽ പറയാം, പശ്ചിമേഷ്യ ഉൾപ്പെടെ, അവിടുത്തെ ജനതയുടെ അവബോധം വികസിക്കാത്തതിൻ്റെ ഒരു കാരണം, ജനാധിപത്യപരമായ അവബോധം വികസിക്കാത്തതിൻ്റെ ഒരു കാരണം, അവരുടെ മതബോധത്തിനേക്കാളും അപ്പുറത്ത് ശാസ്ത്രബോധം വികസിക്കാത്തതാണ്. ശാസ്ത്രബോധം വികസിക്കണമെങ്കിൽ എന്ത് വേണം? ശാസ്ത്രഹിത പരിഷത്തൊക്കെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രബോധം വികസിക്കണമെങ്കിൽ മാതൃഭാഷയിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുകയും വായിക്കപ്പെടുകയും വേണം. ഇതേ കാര്യമാണ് അവരൊന്നും ഉന്നയിച്ചത്. അതായത് ശാസ്ത്രീയമായൊരു ലോകവീക്ഷണം രൂപപ്പെടണമെങ്കിൽ ആധുനിക ഭാഷയിൽ ആ ശാസ്ത്രങ്ങൾ കൈകാര്യം ചെയ്യപ്പെടണം. അങ്ങനെ ഇംഗ്ലീഷുകാർ മെല്ലെ മെല്ലെ ശാസ്ത്രബോധത്തിലേക്ക് കടക്കുകയാണ്, ഫ്രഞ്ചുകാരങ്ങനെ കടക്കുകയാണ്. 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ റെനെ ദക്കാർത്ത്, ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാൻ ഉണ്ടെന്ന് പറയുന്ന റെനെ ദക്കാർത്തിനെ നമുക്ക് മറ്റു നിലക്കറിയാം. കാർട്ടീഷ്യൻ ജിയോമെട്രി, നിർദ്ദേശാങ്ക ജ്യാമിതി എന്ന് പറയുന്ന അത് കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം, തത്വചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സസ് എന്ന് പറയുന്ന ഫ്രഞ്ച് തത്വചിന്ത ഗ്രന്ഥം അദ്ദേഹം എഴുതിയത് ഫ്രഞ്ച് ഭാഷയിലാണ്. അദ്ദേഹത്തോട് അന്ന് ചോദിച്ചു, ആളുകൾ വളരെ പരിഹാസപൂർവ്വം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിജ്ഞാന ഭാഷയായ ലത്തീനിൽ ഈ കൃതി എഴുതാതെ ഫ്രഞ്ച് ഭാഷയിൽ എഴുതുമെന്ന് ചോദിച്ചു. നാട്ടുഭാഷയിൽ, അത്ര വികസിക്കാത്ത, നമ്മളിന്ന് പറയുന്ന പോലെയാണെങ്കിൽ അത്ര വികസിക്കാത്ത ഭാഷയിൽ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ തത്വചിന്ത എൻ്റെ നാട്ടിലെ അവസാനത്തെ സ്ത്രീക്ക് വരെ വായിച്ചാൽ മനസ്സിലാകണം. അതായത് ആധുനിക തത്വചിന്ത മതത്തിനപ്പുറത്തുള്ള ആത്മത്തെക്കുറിച്ചുള്ള, അദ്ദേഹം മതത്തെ നേരിട്ട് എതിർക്കുകയും ചെയ്തിട്ടില്ല, പക്ഷേ ആത്മത്തെക്കുറിച്ചുള്ള പുതിയ സങ്കല്പം മുന്നോട്ട് വെച്ചു. ഈ സങ്കല്പത്തിന് തുടർച്ചയായിട്ട് വന്ന യൂറോപ്പിലെ തത്വചിന്ത അവിടുത്തെ അവസാനത്തെ സ്ത്രീയിലേക്ക് വരെ എത്തിപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് തത്വചിന്തയുടെ പ്രതിനിധികളായിട്ട് ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണുന്നു. ഉദാഹരണത്തിന് സിമോൺ ദി ബൂവെ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ സ്ത്രീവാദത്തെക്കുറിച്ച് പറയുമ്പോൾ, സ്ത്രീവാദ തത്വചിന്തയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളവിടെ കേവല സാഹിത്യകാരികളെ മാത്രമല്ല കാണുന്നത്, തത്വചിന്തകരെ കാണുന്നു. നമ്മളിവിടെ പറയുമ്പോൾ നമുക്ക് തത്വചിന്തകരില്ല, പകരം സാഹിത്യകാരികൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും സാഹിത്യകാരികൾ ഉണ്ടെന്നുള്ളത് നല്ല കാര്യമാണ്, പക്ഷേ കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളുണ്ട്. മറ്റെല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന സ്ത്രീകളില്ല. അതിൻ്റെ കുറവ് ഇപ്പോഴും നമ്മുടെ പൊതുമണ്ഡലത്തിലെ എല്ലാ വ്യവഹാരങ്ങളിലും ഉണ്ട്. അപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ ഫ്രഞ്ച് ജനത അവർ ആധുനിക വിജ്ഞാനങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഇതുതന്നെ ഗലീലിയോടും ചോദിച്ചു. ഗലീലിയോ അദ്ദേഹത്തിൻ്റെ കൃതി ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ലത്തീനിൽ എഴുതാതെ നാട്ടുഭാഷ ഇറ്റാലിയനിൽ എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിലെ അവസാനത്തെ കൈത്തൊഴിലുകാരനും വായിച്ചാൽ മനസ്സിലാകണം ഈ കൃതി എന്ന് പറഞ്ഞു. അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. എന്താ കാര്യം? ആധുനിക ശാസ്ത്രം, ഗലീലിയൻ സയൻസസ് നമ്മൾ പറയുന്ന ആധുനിക ശാസ്ത്രം, അതിന് തുടർച്ചയായിട്ട് വരുന്ന എല്ലാത്തിനെയും നമുക്ക് അങ്ങനെ പേരിട്ട് വിളിക്കാമെങ്കിൽ അത് അദ്ദേഹം അവസാനത്തെ നാട്ടുകാരൻ്റെ കയ്യിൽ കൂടി എത്തണമെന്ന് വിചാരിച്ചു. കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്താ സംഭവിച്ചത്? നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചത്, നമ്മുടെ പരമ്പരാഗത തൊഴിലാളികൾ, ജാതിപരമായ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പരമ്പരാഗത തൊഴിലാളികൾ, പരമ്പരാഗതമായ അറിവുകൾ, തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട അറിവുകൾ തന്നെയാണ്, ആ അറിവുകൾ ആ മാതൃഭാഷയിൽ കൈകാര്യം ചെയ്യുകയും ആധുനിക ഭാഷ അല്ലെങ്കിൽ ആധുനികമായ അറിവുകൾ ഇംഗ്ലീഷിൽ മാത്രമായിട്ട് തീരുവച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അതുകൊണ്ട് അവിടുത്തെ ആശാരി, ഇറ്റലിയിലെ ആശാരി ആധുനിക എഞ്ചിനീയറായിട്ട് മാറി. നമ്മുടെ ആശാരി ജാതിയിൽ താഴെ തന്നെ നിന്നു. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ സവർണ കുത്തകയാണ്. സവർണർ വേണ്ടെന്നല്ല, പക്ഷേ സവർണ കുത്തകയാണ്. ആ ആശാരിയെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്നതിന് തടസ്സപ്പെടുത്തുന്ന എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? മറ്റ് സാമ്പത്തിക കാര്യങ്ങളും മറ്റ് കാര്യങ്ങളൊന്നിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് വലിയ ചർച്ചയാണ്, എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്. നമ്മൾ അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം പറഞ്ഞത്, അതിൽ ഭാഷാപരമായൊരു വലിയ ഇരുമ്പ് മറ നമ്മുടെ അതിൻ്റെ ബാരിക്കേഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ തട്ടി അവർ പിന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, പലപ്പോഴും ഡ്രോപ്പ് ഔട്ട്സ് എന്ന് പറയുന്ന ആളുകളാണ് പുറത്ത് വലിയ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ആശാരിക്ക് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പ്രവേശനമില്ല. അതേപോലെ നമ്മുടെ പഴയ നാട്ടിലെ ഈ ജോലികളൊക്കെ ചെയ്തിരുന്ന, പ്രസവമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്ന ആളുകൾ ആരായിരുന്നു? സവർണരായിരുന്നു. ആ ജോലികളൊക്കെ ചെയ്തിരുന്ന പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളാണ്. പേറ്റിച്ചുകൾ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ആ വിഭാഗത്തിൽപ്പെട്ട എത്ര പേര്
കേരളത്തിൽ ലേഡി ഡോക്ടർമാരായിട്ടുണ്ട്, ഗൈനക്കോളജിസ്റ്റുകളായിട്ടുണ്ട്, നേഴ്സുമാരായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണല്ലോ. എന്താണ് തടസ്സപ്പെടുത്തിയത്? അവരുടെ അറിവുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ആ അറിവുകളോടൊപ്പം തന്നെ ആധുനിക അറിവുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ആധുനികവൽക്കരിക്കാനും നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ മൊബിലിറ്റി, സാമൂഹ്യ ജനാധിപത്യവൽക്കരണം എന്ന് പറയുന്നത് ഈ നിലയിൽ തടസ്സപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജാതിയെ തകർക്കുന്നതിൽ പോലും ഭാഷയുടെ ആധുനീകരണം നടക്കാത്തത് തടസ്സമായി ഒന്നും പറയുന്നത്. വിദ്യാഭ്യാസ മാധ്യമം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മാധ്യമം മാതൃഭാഷയല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സാമൂഹ്യജ്ഞാനവും വൈയക്തികമായ വിദഗ്ധജ്ഞാനവും രണ്ട് തലങ്ങളായിട്ട് വരികയും വൈദഗ്ധ്യം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു കാര്യമായി സാമൂഹ്യതയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് സർവകലാശാല ബുദ്ധിജീവികളുടെ അല്ലെങ്കിൽ ആളുകളുടെ കാര്യമായിട്ട് വന്നു. നമുക്കിപ്പം അറിയാലോ, കോവിഡിൻ്റെ ഒക്കെ കാലത്ത് സർക്കാർ പണം വേണമെന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ശമ്പളം തരില്ല എന്ന് പറയുന്നത് സർവകലാശാല കോളേജ് അധ്യാപകരാണ്. അവരുടെ സാമൂഹ്യബോധം അതാണ്, ഞങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗം. കാരണം ഇത് ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. യൂറോപ്പിൻ്റെ സ്ഥിതി അതല്ല. ഞാൻ യൂറോപ്പിൻ്റെ മേന്മകൾ, യൂറോപ്പിനെതിരെ ഒരുപാട് സംസാരിച്ച ആളുകളാണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവിടെ വന്ന ലിബറലിസം നമ്മുടെയും കൂടി പൈതൃകത്തിൻ്റെ ഭാഗം. ലോകത്തിൽ നടക്കുന്ന എല്ലാതരം വിമോചന സമരങ്ങളുടെ ആശയവും നമ്മുടെ പൈതൃകമാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നിഷേധാത്മകമായ കാര്യങ്ങളല്ല നമ്മുടെ പൈതൃകം. ലോകത്തിലെ എല്ലാ പുതിയ അറിവുകളും ജനാധിപത്യപരമായ അറിവുകളും നമ്മുടെ പൈതൃകമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ നിലയിലുള്ള പുതിയ അറിവുകൾ വരുമ്പോൾ അത് സമൂഹത്തിൽ എല്ലായിടത്തും വന്നു. അവിടെ സർവകലാശാലകൾ ആധുനിക വിജ്ഞാനവും പാരമ്പര്യമായ അന്ധവിശ്വാസവും എന്ന് പറയാം, അല്ലെങ്കിൽ പാരമ്പര്യമായ അധികാരവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് വന്നു. യൂറോപ്പിൻ്റെ സർവകലാശാലയുടെ ചരിത്രം എടുത്താൽ മനസ്സിലാവുന്നൊരു കാര്യം, യൂറോപ്യൻ സർവകലാശാല ആദ്യമായിട്ട് ഒരു സർവകലാശാല പ്രൊഫസർ പുറത്താക്കപ്പെടുന്നത് ക്രിസ്ത്യൻ വോർഫ് എന്ന് പറയുന്ന പ്രൊഫസറാണ്, ഹാൾ സർവകലാശാലയിൽ. എന്താ പുറത്താക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം തത്വചിന്ത, അദ്ദേഹം നാട്ടുഭാഷ ജർമ്മനിയിൽ പഠിപ്പിച്ചു. നാട്ടുകാർക്ക് മനസ്സിലായി തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആധുനിക ചിന്ത, നാട്ടുകാരിൽ അത് വലിയ സ്വാധീനം ചെലുത്തി. പള്ളിയുമായി ഇടഞ്ഞു, അദ്ദേഹം പുറത്താക്കപ്പെട്ടു. വലിയ വോർഫിന് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ തന്നെ ഫിലോസഫിയിലുണ്ട്. അത് വലിയ ഒരു യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായിരുന്നു വോർഫിൻ്റെ പുറത്താക്കൽ. എന്തുകൊണ്ട്? കാരണം ഈ ജ്ഞാനം നാട്ടുകാരിലേക്ക് എത്തുമ്പോൾ, സാമൂഹ്യജ്ഞാനമായിട്ട് വരുമ്പോൾ അതൊരു പ്രക്ഷോഭകരമായ ഒരു അറിവായിട്ട് വരികയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാൾമാർക്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന കൃതി അദ്ദേഹം ലത്തീൻ ഭാഷയിലാണ് എഴുതിയെങ്കിൽ അവിടെ കിടക്കും. EMSൻ്റെ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന കൃതി അദ്ദേഹം സംസ്കൃത ഭാഷയിലാണ് എഴുതിയെങ്കിൽ അവിടെ കിടക്കും, അദ്ദേഹത്തിന് വീട്ടിൽ കിടക്കും, ഗവേഷകർ കണ്ടെത്തും. പക്ഷേ അത് മാതൃഭാഷയിൽ എഴുതുമ്പോഴാണ് ജനകീയ അറിവായിട്ട് മാറുന്നത്. എന്നതുപോലെ ഹാളിൻ്റെ ഈ പഠനമാധ്യമം മാതൃഭാഷയായിട്ട് മാറിയപ്പോൾ അദ്ദേഹവും, ഇപ്പോൾ സർവകലാശാലയും സമൂഹവും തമ്മിലുള്ള സംഘർഷം അവിടെ നടന്നു. സർവകലാശാലകൾ ആധുനികതയുടെ കേന്ദ്രങ്ങളായിട്ട് മാറി. ഇമ്മാനുവൽ കാന്റിനെ പോലെ ആളുകൾ ജർമ്മൻ ഭാഷയിൽ തത്വചിന്ത പഠിപ്പിച്ചു. അതിൻ്റെ തുടർച്ചയിലാണ് ഹെഗൽ തത്വചിന്ത ജർമ്മൻ ഭാഷയിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് സാക്ഷാൽ മാർക്സ് തത്വചിന്ത ജർമ്മൻ ഭാഷയിൽ പഠിക്കുന്നത്. തൻ്റെ ആത്മജ്ഞാനം, തന്നറിവുകളെല്ലാം സാമൂഹ്യമായിട്ട് അറിവായിട്ട് മാറുക. അപ്പോൾ ഗാന്ധിയുടെ കാര്യം അതാണ്. ഗാന്ധി, നമുക്കൊരുപാട് വിമർശനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ, വിമോചനപരമായ ആശയങ്ങൾ കൂടിയുള്ള ഒരാളാണല്ലോ ഗാന്ധി. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ഒക്കെ അറിയാമെങ്കിലും അദ്ദേഹം സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയതും ഹിന്ദു സ്വരാജ് അല്ല, ഇന്ത്യൻ ഹോം റൂൾ എന്ന് പറയാം, സ്വദേശി സ്വരാജ് എന്ന് പറയുന്ന, ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യ എന്നർത്ഥം. ആ കൃതി എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്. സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയ ഗുജറാത്തി ഭാഷയിലാണ്. ലോകത്തിൽ അറിവ് സാമൂഹ്യവൽക്കരിച്ച സർവ്വ ആളുകളും ഇതിനു വേണ്ടിയാണ് ശ്രമിച്ചത്. അപ്പോൾ എന്തുണ്ടായെന്ന് ചോദിച്ചാൽ ഈ അറിവുകളൊക്കെ ജനാധിപത്യവൽക്കരിക്കുകയും ജനകീയമായി തീരുകയും ചെയ്തത് സർവകലാശാലകൾ നാട്ടുഭാഷയിൽ, സ്വന്തം ഭാഷയിൽ ആധുനിക വിജ്ഞാനങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതുകൂടിയാണ്. അവർ ബുദ്ധിജീവികൾ ജൈവ ബുദ്ധിജീവികളായി മാറി, അവരുടെ അറിവ് യഥാർത്ഥ അറിവായി മാറി. അപ്പോൾ ഒരേ സമയം അറിവിനെ ജനാധിപത്യവൽക്കരിക്കാനും ശാസ്ത്രീയ ബോധമുണ്ടായിരിക്കാനും ഭരണകൂടം ജനാധിപത്യവൽക്കരിക്കാനും, ഭരണഭാഷ, കോടതി ഭാഷ സർവവും ജനാധിപത്യവൽക്കരിക്കാനും ഇടപാടുകളൊക്കെ ജനങ്ങളുടേതാണ് എന്ന് തിരിച്ചറിയാനും കഴിയുന്ന വലിയൊരു ലിബറൽ ജനാധിപത്യ പ്രക്രിയ ഭാഷാ പ്രക്രിയയായിരുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഈ ഭാഷാ പ്രക്രിയ ഇല്ലാതെ കേവലമായിട്ട് ഒരു സ്കെലിറ്റൺ എന്ന രീതിയിൽ ലിബറൽ ജനാധിപത്യം അവിടെ ഉണ്ട് ഭരണഘടനയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതൊരു വലിയ ഭാഷാ സമരത്തിലൂടെ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ നമ്മുടെ നവോത്ഥാനം
ഇന്ത്യൻ നവോത്ഥാനം പൊതുവെ തന്നെ കേരളീയ നവോത്ഥാനത്തിനും വലിയ പരിമിതി ഉണ്ട്, നമ്മളിന്ന് അത്യാവശ്യം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് കേരള മോഡലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലം കൂടിയാണല്ലോ അത്. ഞാനിത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഞാൻ പറയുന്നത്. ആധുനിക കേരളത്തിൻ്റെ മാതൃകയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ന് അത് തിരിച്ചറിയുന്നു ആ ഒരു പരിമിതി. 1975 കെ എൻ രാജു ഉൾപ്പെടെയുള്ള പഠന സംഘം കേരള മാതൃക എന്ന് പറയുന്ന ഒരു കാര്യം UN പഠനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങൾ മുഴുവൻ മാതൃഭാഷാ വിദ്യാലയങ്ങളായിരുന്നു. കേരള മോഡൽ എന്ന് പറയുന്ന സാധനം കേരളത്തിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മാധ്യമം മുഴുവൻ മാതൃഭാഷയിലായിരുന്നു നമ്മൾ ആലോചിക്കണം. എന്നിട്ട് കേരള മോഡൽ പിന്നീട് നമുക്കതിൻ്റെ മേന്മകൾ അറിയാം. സാക്ഷരതയെ സംബന്ധിച്ച് ആളോഹരി വരുമാനത്തിന് എത്ര കുറഞ്ഞാലും നമ്മൾ മാനവ വികസന സൂചികയിൽ യൂറോപ്പിനോടോ അല്ലെങ്കിൽ അമേരിക്കയോടോ തുല്യമായി നിന്നു എന്നുള്ളതാണല്ലോ നമ്മൾ പറയുന്ന കാര്യം. അതിൻ്റെ കാരണം എന്ത് എന്നുള്ളതിൽ അമർത്യ സെന്നെ പോലുള്ള ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പഠിച്ചു. അവർ വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് ആക്ഷൻ തിയറിയാണ്. അതായത് പൊതുജന അല്ലെങ്കിൽ ബഹുജന ഇടപെടൽ സിദ്ധാന്തമാണ്. ബഹുജനങ്ങളുടെ ഇടപെടലാണ് സത്യത്തിൽ കേരളത്തെ ജനായത്തപരമായ വിതരണത്തിൻ്റെ കാര്യത്തിലും മാനവ വികസന സൂചികയിലും ലോകത്തിൽ മുന്നിലെത്തിച്ചത്. പക്ഷേ നമുക്ക് ഈ മേഖലയിൽ നോക്കിയാൽ മാതൃഭാഷയുടെ കാര്യത്തിൽ ഈ ബഹുജന ഇടപെടൽ വേണ്ട പോലെ നടക്കാത്തൊരു സ്ഥലമാണ് കേരളം. ഇനി ഇത് നടന്നേ ഒക്കൂ എന്നുള്ളിടത്തേക്ക് എത്തിയിരിക്കുന്നു. കാരണം കേരള മോഡലിൻ്റെ വിമർശകർ, ഞാൻ ആ വിമർശനത്തെക്കുറിച്ചുള്ള വലിയ തലനാര് കീറിയുള്ള ചർച്ചകളിലേക്ക് പോകുന്നില്ല. പക്ഷേ കേരള മോഡലിൻ്റെ വിമർശകർ KK ജോർജിനെ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചൊരു കാര്യം, കേരള മോഡൽ നിൽക്കുന്നത് പുറം പണത്തിൻ്റെ അടിത്തറയിലാണെന്നാണ്. പുറം പണത്തിൻ്റെ അടിത്തറ നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കാണിക്കാത്ത ഈ പണമാണ് സത്യത്തിൽ കേരള മാതൃകയുടെ അടിത്തറയായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിനെ സഹായിച്ച് നിൽക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സ്വാശ്രയത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി നമുക്ക് പുറം പണത്തെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്നാണല്ലോ നമ്മളിപ്പോൾ തിരിച്ചറിയുന്നത്. സ്വാഭാവികമായിട്ടും പുറത്തേക്ക് മനുഷ്യ വിഭവത്തെ കയറ്റി അയക്കുക എന്ന് പറയുന്ന കേവല അജണ്ട, ഞാനതില്ലെന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും പുറത്തേക്ക് ആളുകൾ പോകണം. 75 മുമ്പും പോയിട്ടുണ്ട്. ECG സുദർശൻ കേരളത്തിന് പുറത്തേക്ക് പോയ ആളുകളാണ്. എത്രയോ ആളുകളുണ്ട്. ഒരു പത്രം കേരളത്തിൽ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പഠനം നടത്തി. ലോകത്തിലെ മികച്ച 25 മലയാളി ശാസ്ത്രജ്ഞരുടെ കണക്കെടുക്കാൻ പറഞ്ഞു. 25 പേരും മലയാള മാധ്യമത്തിൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ നിങ്ങളൊരു വിഷയം പഠിക്കാൻ അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ പോയി പിഴക്കാൻ നിങ്ങൾക്ക് മാതൃഭാഷയെ പഠിച്ചാൽ മതി. നമ്മൾ ആരും ഇംഗ്ലീഷിനെതിരല്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ്. 15 കൊല്ലം പഠിക്കുന്നുണ്ട്, ഡിഗ്രി വരെ. ആ ഭാഷ കയ്യിലുണ്ടായാൽ തീർച്ചയായിട്ടും മറ്റു വിഷയങ്ങൾ മനസ്സ് തട്ടി പഠിച്ചാൽ, അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ നന്നാക്കാൻ വേണ്ടി കടയിൽ കൊടുക്കുമ്പോൾ ബംഗാളിയാണ് നന്നാക്കുന്നത്. അയാൾ അറിയാത്ത മലയാളത്തിൽ പഠിച്ചോ എന്നല്ല നോക്കുന്നത്. അയാൾ അറിയാത്ത മലയാളത്തിൽ പഠിച്ചാൽ അയാൾ നന്നാക്കാൻ പഠിക്കണമെന്നില്ല. അയാളുടെ ബംഗാളി പഠിച്ചാൽ അയാൾ അത് നന്നാക്കാൻ പഠിക്കുന്നത്. എന്നതുപോലെ ഇന്ന് മുതലാളിത്തം തിരിച്ചറിയുന്നുണ്ട് അത്യാവശ്യം. അതുകൊണ്ടാണ് മുതലാളിത്ത ലോകത്തിൽ പോലും അവർ ആ തിരിച്ചറിവ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരള മാതൃകയെക്കുറിച്ചുള്ള ചർച്ചകൾക്കകത്തും ഇപ്പോൾ വീണ്ടും കേരളത്തിൻ്റെ അകത്തേക്കാണ് നിങ്ങൾ നമ്മുടെ ഉൽപ്പാദന ഭാവനയെ കൊണ്ടുവരുന്നതെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, ഉൽപ്പാദന ഭാവനയെ കേരളത്തിൻ്റെ അകത്തേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ മാധ്യമം മലയാളമാണ്. മലയാള മാധ്യമത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും മലയാള ഭാഷയിൽ ഇംഗ്ലീഷ് വേണ്ടെന്നല്ല, എത്രയും ഭാഷ അറിയുമോ അത്രയും നല്ലത്, കൂട്ടിച്ചേർക്കണം ഇംഗ്ലീഷ് ഉൾപ്പെടെ. ഇംഗ്ലീഷ് അനിവാര്യമായ ഭാഷയാണ്, സംശയമില്ലാത്ത കാര്യം. പക്ഷേ കേരള സമൂഹത്തെ നിങ്ങൾ വിഭാവനം ചെയ്യുന്നത് ഭാഷ അറിയുമ്പോഴാണ്. നിങ്ങളുടെ പ്രവർത്തന മണ്ഡലം ഇതാണെന്ന് പറയുന്നത് അപ്പോഴാണ്. ഇപ്പോൾ ഫ്രോയിഡിൻ്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കാമനാ നിക്ഷേപം, നമ്മുടെ എനർജി, നമ്മുടെ ഉൽപ്പാദന ഊർജം നമ്മുടെ നാടിനാണ് കൊടുക്കേണ്ടത് എന്നൊരു കുട്ടി തിരിച്ചറിയുന്നത് അവർ ഭാഷയിൽ തൊട്ട് മുമ്പിലുള്ള വിഭവങ്ങളെ തിരിച്ചറിയുമ്പോഴാണ്. നമ്മുടെ സസ്യത്തെ, ജന്തുജാലത്തെ, മനുഷ്യരെയൊക്കെ നാട്ടുഭാഷയിൽ തിരിച്ചറിയുമ്പോഴാണ് അത് നാടിൻ്റെ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ട് തീരുന്നത്, അതൊരു ഉൽപ്പാദന ഭാവനയായി തീരുന്നത്. അന്യഭാഷയിൽ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ മാത്രം പഠിക്കുമ്പോൾ, ഇംഗ്ലീഷ് തീർച്ചയായിട്ടും വേണം ഉപകരണം എന്നുള്ള നിലയിൽ മാത്രം പഠിക്കുമ്പോൾ അതൊരു ഉപഭോഗ ഭാഷയായിട്ട് മാറുന്നു. ഇന്നിപ്പോൾ കേരളത്തിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം അതാണ്. നമ്മളൊരു ഉപഭോഗ സമൂഹമാകുന്നു, ഉൽപ്പാദന സമൂഹം ആകുന്നില്ല. ഉൽപ്പാദന സമൂഹമാകണം. ഉൽപ്പാദന സമൂഹമാകണമെങ്കിൽ ഉൽപ്പാദന ഭാവന നിർണായകമാണ്. ഉൽപ്പാദന ഭാവന എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നാട്ടുഭാഷ എന്നുള്ളത് എന്തോ ചെറുപ്പം എന്നുള്ളത് തോന്നില്ല വാക്കുണ്ടാക്കുന്നത്. ഈ വെർണാക്കുലർ എന്നുള്ള ഇംഗ്ലീഷുകാരൻ്റെ പ്രയോഗം കൊണ്ട് നാട്ടുഭാഷ ലോകത്തിലെ 26ാം സ്ഥാനത്തിരിക്കുന്ന ഭാഷയെക്കുറിച്ചാണ് നമ്മൾ ഈ ചെറുതായി തോന്നിക്കുന്നത്. എന്തായാലും ശരി,
നമ്മുടെ ഭാഷ, മലയാളം എന്ന് പറയുന്ന ഭാഷയിൽ കൂടി വളരെ മാതൃഭാഷാ വിദ്യാലയങ്ങൾ ഇപ്പോൾ ഗവൺമെൻറ് ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. മാതൃഭാഷാ മാധ്യമ വിദ്യാലയങ്ങൾ നമ്മളിന്ന് പൊതുവിദ്യാലയ സംരക്ഷണത്തിൻ്റെ വലിയ ശ്രമത്തിലാണ്. തീർച്ചയായിട്ടും സർക്കാർ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ആ വിദ്യാലയങ്ങൾ മാതൃഭാഷാ വിദ്യാലയങ്ങളായി നിലനിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. മലയാള മാധ്യമത്തിൽ ഏത് തലം വരെയും പഠിക്കുവാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ഇപ്പോൾ +2 വരെ, 10ാം ക്ലാസ് വരെ മലയാള മാധ്യമത്തിൽ പഠിക്കാം. 11ഉം 12ഉം ക്ലാസ്സുകളിൽ മലയാള മാധ്യമത്തിൽ എഴുതാം. കുറച്ച് സമയത്തിന് ശേഷമാണ് ചോദ്യപേപ്പർ മലയാളത്തിൽ കൂടി കൊടുക്കാമെന്ന് വരുന്നത്. പാഠപുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. പണ്ട് ഷൈലോക്കിൻ്റെ ഷേക്സ്പിയറുടെ കഥ പോലെയാണ്. അതായത് നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോളൂ, പക്ഷേ പാഠപുസ്തകം ഉണ്ടാവുകയില്ല. അധ്യയന മാധ്യമം ഇംഗ്ലീഷാണ്. ഇതിനെതിരെ പണ്ട് നമ്മൾ സമരം ചെയ്തു. 8-9 കൊല്ലം മുമ്പ് തന്നെ തുടങ്ങിയ സമരമായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ് +2 പാഠപുസ്തകങ്ങൾ മലയാളത്തിൽ കൂടിയാക്കി. വലിയൊരു മാറ്റമാണത്. നേരത്തെ ഞാൻ പറഞ്ഞ EMSൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അണ്ടനും അടകോടനും ഉൾപ്പെടുന്ന സാമാന്യ ജനതയുടെ സന്തതികൾക്ക് നമ്മുടെ പ്രളയകാലത്ത് കേരളത്തെ സംരക്ഷിച്ച കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സൈനികർക്ക്, അവരുടെ മക്കൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാലും സ്വന്തം ഭാഷയിൽ ശാസ്ത്രം ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതാം, അല്ലെങ്കിൽ അതിന് വേണ്ട പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിക്കാമെന്ന് വന്നു. നീറ്റ് പരീക്ഷ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അവരുടെ ഭാഷയിലാണ് എഴുതുന്നത്. ഇംഗ്ലീഷിൽ മാത്രം എഴുതുമ്പോൾ നീറ്റ് പരീക്ഷയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ആരാ? മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ്, ഗ്രാമത്തിൽപ്പെട്ട ആളുകൾ, സാധാരണ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നീറ്റ് പരീക്ഷകൾ ഉൾപ്പെടെ മലയാളത്തിൽ എഴുതുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സർക്കാർ +2 പാഠപുസ്തകങ്ങൾ മലയാളത്തിലാക്കിയത്. ആ സമരം നമുക്ക് തുടരേണ്ടത്. ഇപ്പോൾ നമ്മളെക്കാളും ഒരു 7-1 എന്ന് പറയാം മാത്രം ജനങ്ങൾ സംസാരിക്കുന്ന ആസാമീസ് ഭാഷയിൽ നീറ്റ് പരീക്ഷ എഴുതാം, മലയാളത്തിൽ എഴുതിക്കൂടാ. ഇപ്പോൾ ഗവൺമെൻറ് നടത്തിയ ഈ ശ്രമത്തെ നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. ഡിഗ്രി തലത്തിൽ മലയാളം മാധ്യമമായിട്ട് എഴുതാം, പാഠപുസ്തകങ്ങളായിട്ടില്ല. അതാക്കാൻ വേണ്ടി ശ്രമം ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുൻകൈ തന്നെ ഭക്ഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ കാർത്തികേയൻ നായർ ഉൾപ്പെടെയുള്ള ഒരു സമിതി അത്ര ഒരു വലിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സയൻസ് ഉൾപ്പെടെയുള്ള പാഠപുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഇന്ന് വലിയൊരു മാറ്റം കേരളത്തിൽ സംഭവിച്ചത് പത്രമാധ്യമങ്ങൾ അവരുടെ പോപ്പുലിസത്തിൻ്റെ ഭാഗമായി, ജനപ്രിയ സാഹിത്യത്തിൻ്റെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കാതെ പോയൊരു വലിയ ഒരു മാറ്റം കേരളത്തിൽ സംഭവിച്ചത് മലയാള സർവകലാശാലയാണ്. മലയാള സർവകലാശാല എന്ന് പറയുന്നത് കേവലം ഒരു പഴയ പാണ്ഡിത്യ പ്രകടനത്തിൻ്റെ ഒരു ഭാഷ, ഒരു പുരാതത്വ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഭാഷ, അല്ലെങ്കിൽ അതിനുള്ള സ്ഥാപനം എന്നായിരുന്നു ഒരു കാലത്ത് പലരും സങ്കല്പിച്ചത്. ഇന്നിപ്പോൾ അതല്ല. അവിടെ ഒരു വലിയ ഭാഷ സമരം നടക്കുകയാണ്. ആധുനിക കേരളത്തെ നിർമ്മിക്കാനുള്ളൊരു വലിയ ഇവിടെ സമരം നടക്കുന്നുണ്ട്. അവിടെ എന്തെന്ന് വെച്ചാൽ ഏത് വിഷയവും മലയാള മാധ്യമത്തിൽ PG തലത്തിൽ പഠിക്കാനും MPhil PhD തലത്തിൽ ഗവേഷണം നടത്താനുള്ളൊരു സ്ഥാപനമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് MSc മലയാളത്തിൽ പഠിക്കാൻ അവിടെ കഴിയുന്നു. പരിസ്ഥിതി പഠനം MSc കോഴ്സ് അവിടെ മലയാളത്തിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഭാവി കേരളത്തിന് പറ്റുന്ന നാട്ടുബോധമുള്ള ആളുകൾ നാടിനെക്കുറിച്ച്, ഞാൻ ഉൽപ്പാദന ഭാവന എന്ന് പറഞ്ഞതാണ്, സ്വന്തം നാടിൻ്റെ മുൻഗണനകൾ മാറും. നിങ്ങൾ മലയാളത്തിൽ ചിന്തിക്കുന്നതോടുകൂടി മുൻഗണനകൾ മാറും. ഇംഗ്ലീഷ് ചിന്തിക്കുമ്പോൾ കോക്കനട്ടിനെ കുറിച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് എത്ര ചിന്തിക്കാം? കോക്കനട്ടിനെ കുറിച്ച് ഇംഗ്ലീഷ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് 4-5 വാക്കുകൾ കിട്ടും, അല്ലേ? കോക്കനട്ട് ട്രീ, കോക്കനട്ട് ലീഫ്, ടെൻഡർ കോക്കനട്ട്, 2 വാക്കുകളും കൂടി ചിലപ്പോൾ കിട്ടിയെന്ന് വരും. കോക്കനട്ട് ക്രീം. പക്ഷേ മലയാളത്തിൽ ചിന്തിക്കുന്നതോടുകൂടി തെങ്ങുമായി ബന്ധപ്പെട്ട മുഴുവൻ ഒരു ജീവിത പ്രക്രിയയായിട്ട്, ഉൽപ്പാദന പ്രക്രിയയായിട്ട് മാറും. അപ്പോൾ മാതൃഭാഷയിൽ ചിന്തിക്കുന്നതോടുകൂടി നമ്മുടെ വിഭവങ്ങളെ സംബന്ധിച്ച ധാരണ ഉൽപ്പാദന ഭാവനയായിട്ട്, ഒരു പുനരുൽപാദനത്തിൻ്റെ ഭാവനയായിട്ട്, ജനജീവിതത്തിൻ്റെ കൂടുതൽ സമൃദ്ധമായ പുനരുൽപാദനത്തിൻ്റെ രീതിയിൽ മാറുന്നു എന്നാണ് അർത്ഥം. ഇത് നമ്മൾ സാധാരണഗതി തെങ്ങിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേരളം തെങ്ങും കേരളമാണല്ലോ. അവിടെ ഈ തെങ്ങ് കയറ്റ തൊഴിലാളികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തെങ്ങ് കയറ്റ യന്ത്രമൊക്കെ കണ്ടുപിടിച്ചു നമ്മൾ പറയുന്നു. ചെറിയ രീതിയിലുള്ള ചില മാതൃകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ആധുനിക രീതിയിലുള്ള ഒരു തെങ്ങ് കയറ്റ യന്ത്രം നമുക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മുടെ മറ്റെല്ലാ യന്ത്രങ്ങളും യൂറോപ്പിൽ നിന്ന് വന്നതാണ്. അവിടെ തെങ്ങില്ലാത്തതുകൊണ്ട് അവരാ യന്ത്രം കണ്ടുപിടിച്ചില്ല, അതുകൊണ്ട് നമ്മളും കണ്ടുപിടിച്ചില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു നമ്മുടെ തെങ്ങുകയറ്റ യന്ത്രം കണ്ടുപിടിക്കണം എന്ത് വേണം? കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലയുടെ ആളുകളുടെ തലയിൽ കേരളം ഉണ്ടാവണം, കേരളത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാവണം, കേരളത്തിന് തൊഴിൽ മണ്ഡലം ഉണ്ടാവണം.
അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ തെങ്ങ് കൃഷി ഉൾപ്പെടെ നിലനിർത്താൻ വേണ്ടി തെങ്ങ് കയറ്റത്തിനൊരു ആധുനീകരണം നടത്താൻ വേണ്ടി തെങ്ങ് കയറ്റ യന്ത്രം ഉണ്ടാവുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ തെങ്ങ് കയറ്റ ജോലിക്ക് ചുറ്റുമുള്ള ജാതി പരിവേഷം നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോഴും തെങ്ങ് കയറ്റ തൊഴിലാളി എന്ന് പറയുമ്പോൾ പ്രത്യേക ജാതിയുടെ പരിവേഷമാണ് ഉള്ളത്, എത്ര നമ്മൾ മാറിയിട്ട് പോലും. ആധുനിക രീതിയിലുള്ള സോട്ടും കൂട്ടും ഒക്കെ ഇട്ട് ഉള്ള ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയെ സങ്കല്പിച്ചാൽ അതിൽ നമ്പൂതിരിയും നായരും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളുണ്ടാവും, സ്ത്രീയും പുരുഷനും ഉണ്ടാവും. ജാതി എന്ന് പറയുന്നത് അതൊരു ആധുനിക തൊഴിലായിട്ട് മാറും. ഇപ്പോൾ ബേറ്റ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾ ചെരുപ്പൂത്തി എന്നല്ലല്ലോ വിളിക്കുന്നത്. ഒരു റയോൺ മിൽസിൽ ജോലി ചെയ്യുന്ന ഒരാളെ നമ്മൾ തീർച്ചയായിട്ടും പഴയ ജാതി പേരിട്ടല്ല വിളിക്കുന്നത്. അതുകൊണ്ട് തെങ്ങ് കയറ്റത്തെ ഒരു ആധുനിക ജോലിയാക്കി മാറ്റുന്നത് പരാജയപ്പെട്ടത് അത്തരത്തിലുള്ള മെക്കനൈസേഷൻ നടക്കാത്തതുകൊണ്ടാണ്, ആധുനികവൽക്കരണം നടക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ട യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തക്കവണ്ണം ഉള്ളൊരു ഭാവന വികസിക്കണമെങ്കിൽ നാടിനെ മുൻനിർത്തിയിട്ടുള്ള സിലബസുകൾ ഉണ്ടാവണം. സിലബസുകളുടെ അപകോളനീകരണം നടക്കണം. ആ അപകോളനീകരണം നടക്കണമെങ്കിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ലോകത്തെക്കുറിച്ച് ആലോചിക്കണം, യൂറോപ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ടല്ല. ഇപ്പോൾ അങ്ങനെ നമ്മുടെ പാണ്ഡിത്യത്തെക്കുറിച്ചുള്ള വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള സങ്കല്പം ആദ്യം യൂറോപ്പിൽ നിന്നൊരു ലോകമാതൃക ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. സാർവലൗകികമായ കുറേ കാര്യങ്ങൾ സയൻസിലൊക്കെ ഉണ്ടില്ലെന്നല്ല, പക്ഷേ നമ്മുടെ മുൻഗണനയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തെ ഇപ്പം ആലോചിക്കണം. ഇപ്പോൾ ചെറുകാട് പറഞ്ഞതുപോലെ നമ്മുടെ മുരിങ്ങാച്ചുവട്ടിൽ നിന്ന് ലോകത്തെ കാണാൻ കഴിയുന്ന മട്ടിൽ ശാസ്ത്രലോകം കൂടെ മാറുമ്പോഴാണ് ആധുനികമായ വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആധുനിക ലോകത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്, സ്വാശ്രയത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അത് ആധുനിക വിജ്ഞാന ഭാഷയായിട്ട് മലയാളം മാറുന്നതിൻ്റെ കാര്യമാണ്. ഇവിടെ അത് കേവലം ഒരു വൈജ്ഞാനിക വിഷയം മാത്രമല്ല. ഇപ്പോൾ 19-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ച ആളുകൾ, അത് യൂറോപ്യന്മാരാകട്ടെ നമ്മുടെ നാട്ടുകാരാകട്ടെ, ഇന്ത്യയുടെ ഭാഷകളെല്ലാം അവർ വിചാരിച്ചിരുന്നത് അത് സംസ്കൃതത്തിൽ നിന്ന് ജനിച്ചതാണ്. അത് അങ്ങനെയല്ല. ഇന്ത്യയിലെ ഭാഷകൾ വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടതാണെന്നും സംസ്കൃതം ഇന്ത്യൻ ഭാഷകളുടെ മാതാവല്ല എന്നും മലയാളവും തമിഴും കന്നഡയും തെലുങ്കും ഒക്കെ ചേർന്നത് മറ്റൊരു ഗോത്രമാണ്, ദ്രാവിഡ ഗോത്രമാണെന്നും അതുപോലുള്ള അനേകം ഗോത്രങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിലാണ് ഉണ്ടാകുന്നത്. ഭാഷാശാസ്ത്രമാണ് ആദ്യമായി ബഹുത്വപൂർണമായ ഒരു ഇന്ത്യയെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഹിന്ദുത്വത്തിനെതിരെയുള്ള ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പാഴ്സികളും ഒക്കെ ചേരുന്ന ഇന്ത്യ എന്നുള്ളത് തീർച്ചയായിട്ടും മതപരമായി പറയാമെങ്കിലും മതേതരമായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ അത് ആധുനികമായ മറ്റെല്ലാ ഭാഷകളുടെയും സമൂഹം എന്നുള്ള നിലയിൽ കൂടി തിരിച്ചറിയുമ്പോൾ ഈ പറയുന്ന ഘടകം വളരെ നിർണായകമായിട്ട് മാറുകയാണ്. 19-ാം നൂറ്റാണ്ടിൽ നാം ബഹുഭാഷ ഇന്ത്യയെ മുന്നോട്ട് വെച്ചു. EMSന്റെ ഒരു ലേഖനമുണ്ട്, ഭാരതത്തനിമയിൽ നിന്ന് ഇന്ത്യൻ ദേശീയതയിലേക്കെന്നൊരു ഒരു ലഘുലേഖ, അറിയാമല്ലോ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, സംസ്കൃത കേന്ദ്രിതമായി പുരാണത്തെ, രാമായണത്തെയും മഹാഭാരതത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യ അല്ല, മതേതരമായി ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഇനി ആരെല്ലാം ഉണ്ടോ ഇവിടെ, ഇനി വരാനിരിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ഇന്ത്യയായിട്ട് മാറിത്തീരുന്നത് ആധുനിക ഇന്ത്യൻ ഭാഷയിൽ ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യൻ പ്രദേശങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ഇതിൻ്റെ തുടർച്ചയിലാണ് ദ്രാവിഡ ഭാഷാ വ്യാകരണം വരുന്നത്. 1867 റവറൻഡ് ജോർജ് മാത്തൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാൾ, സത്യം പറഞ്ഞാൽ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും തിരിച്ചറിയേണ്ട ഒരു പേരാണത്. കാരണം കേരളത്തിൻ്റെ ഭരണഭാഷയും കോടതി ഭാഷയും വിദ്യാഭ്യാസ മാധ്യമവും മാതൃഭാഷയാക്കണം എന്ന് ആദ്യം ഉന്നയിച്ച ആൾ അദ്ദേഹമാണ്, റവറൻഡ് ജോർജ് മാത്തൻ. അദ്ദേഹമാണ് മലയാളത്തിൽ ഒരു വ്യാകരണ ഗ്രന്ഥം എഴുതിയ ആദ്യത്തെ യൂറോപ്യൻ അല്ലാത്ത പുരോഹിതൻ, മലയാളി. മറ്റെല്ലാവരും യൂറോപ്യനായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ആൾ. അദ്ദേഹം പറഞ്ഞു അതെന്തുകൊണ്ട് പഠനമാധ്യമം മാതൃഭാഷയാക്കണം എന്നുള്ളതിന് അദ്ദേഹം വിശദീകരണം കൊടുത്ത ഇതാണ്: ഭാഷയ്ക്ക് 2 തരം അർത്ഥങ്ങളുണ്ട്, ഒന്ന് പദാർത്ഥം, മറ്റത് ഭാവാർത്ഥം. പദാർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് വസ്തുവിനെയും ഏത് ഭാഷയിലും മനസ്സിലാക്കാം, ഒരു ഭാവവും നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ മാതൃഭാഷയിൽ നേരു പറയണം അങ്ങ് വിളിക്കയൻ പേര് മധുരമായി തീരുന്നത് എങ്ങനെ എന്ന് ശങ്കരക്കുപ്ര ചോദിച്ചതുപോലെ സ്വന്തം ഭാഷയിൽ വിളിക്കുമ്പോൾ ഒരു അധിക ഭാവന ലഭിക്കുന്നുണ്ട്, അധിക കരുതൽ ലഭിക്കുന്നുണ്ട്, അധിക അർത്ഥം ലഭിക്കുന്നുണ്ട്, അധിക പ്രേമം ലഭിക്കുന്നുണ്ട്. ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് മാതൃഭാഷയിൽ മാത്രമാണ്. ഇപ്പോൾ നേഴ്സിനെ നമ്മൾ സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ, വീണ്ടും നേഴ്സുമാരാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷകർ, നേഴ്സിനെ സിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരർത്ഥം പെങ്ങളെന്ന് വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം തൻ്റെ സഹോദരിയെപ്പോലുള്ളൊരു സഹോദരിയാണ് അവൾ എന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ വീടിനെ വിപുലപ്പെടുത്തി അത് സമൂഹമായി മാറി ആശുപത്രിയിലും നമുക്ക് സാഹോദര്യം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭാവന
ചിത്തഭാവന എന്ന് ആശാനൊക്കെ പറയുന്ന ആ ഭാവന ലഭിക്കുന്നത് അതിനെ നാട്ടുഭാഷയിൽ സംബോധന ചെയ്യുമ്പോഴാണ്. സിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പദാർത്ഥം മനസ്സിലായി, പക്ഷേ അത് നമ്മൾ അനുഭൂതിയായി മാറുന്നില്ല. അപ്പം അനുഭൂതിയിൽ ആധുനിക ലോകത്തെ നമ്മുടെ വീട്ടുപരിധിക്കപ്പുറത്തേക്ക് നമ്മുടെ ആത്മത്തിൻ്റെ ഭാഗമായി, സ്വത്വത്തിൻ്റെ ഭാഗമായി മാറ്റി തീർക്കുന്നത് തീർച്ചയായിട്ടും അത് മാതൃഭാഷയിൽ സംബോധന ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഭാവാർത്ഥം ലഭിക്കണമെങ്കിൽ മാതൃഭാഷ ആവശ്യമാണ് എന്നുള്ള, അല്ലെങ്കിൽ പഠനമാധ്യമം മാതൃഭാഷയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ സനാഉള്ള മക്തിത്വങ്ങൾ, അദ്ദേഹം നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവാണ്. അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങൾ നിങ്ങൾ കാഫിറായി പോകാതിരിക്കണമെങ്കിൽ ഖുർആൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കണമെന്ന്. എന്തുകൊണ്ട്? അദ്ദേഹം പറഞ്ഞത് നേരത്തെ നവോത്ഥാനത്തിൽ യൂറോപ്യന്മാർ പറഞ്ഞ അതേ കാര്യമാണ്. അതായത് ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നിങ്ങൾ ഹൃദയത്തിൽ തട്ടണമെങ്കിൽ മലയാളത്തിൽ പഠിക്കണം. അറബി പഠിച്ചോളൂ, അത് വളരെ ബുദ്ധിമുട്ടി മുല്ലാക്ക പഠിക്കുന്നു, നമ്മളും പഠിക്കുന്നു, പക്ഷെ അത് പഠിക്കാൻ കുഴപ്പമില്ല. പക്ഷേ നിങ്ങളത് ഹൃദയത്തിൽ തട്ടി യഥാർത്ഥ ഇസ്ലാം ആകണമെങ്കിൽ മാതൃഭാഷയെ പഠിക്കണം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഈമാൻ ദൈവാനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഖുർആൻ മലയാളത്തിൽ പഠിക്കണമെന്ന്. സ്വർഗകവാടങ്ങൾ മലയാളത്തിൽ തുറക്കപ്പെടും കേരളത്തിലെ ഇസ്ലാമിന് മുമ്പിൽ എന്ന് പറഞ്ഞത് സനാഉള്ള മക്തിത്വങ്ങളാണ്. ശ്രീനാരായണ ഗുരു തലശ്ശേരിയിൽ ജഗന്നാഥ പ്രതിഷ്ഠ നടത്താൻ പോകുമ്പോൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടി വന്ന ആളുകൾ സംസ്കൃതത്തിൽ ശ്ലോകങ്ങൾ ഉന്നയിച്ചപ്പോൾ ആശാനും ഗുരുവും മലയാളത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിന് പകരം മലയാളം, ദേവഭാഷയ്ക്ക് പകരം നാട്ടുഭാഷ, എല്ലാവരും ചേർന്ന് സനാഉള്ള മക്തിത്വങ്ങളും ജോർജ് മാത്തനും ശ്രീനാരായണ ഗുരുവൊക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു പുതിയ പൊതുമണ്ഡലം, അത് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമിനും ഒക്കെ ചേരാവുന്നൊരു കാര്യമാണ്. മതബോധം സൗന്ദര്യബോധമായി മാറിയതപ്പോഴാണ്. മതപരമായ അറിവുകൾ സൗന്ദര്യാനുഭൂതിയായിട്ട് മാറി. ബൈബിള് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വന്നതോടുകൂടി എനിക്ക് ക്രിസ്ത്യാനികൾ അതിലെ സ്നേഹം എന്ന് പറയുന്ന വികാരം ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ സൗന്ദര്യബോധം കൊണ്ട്. ഖുറാനിലെ സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം മാർഗം കൂടാതെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ മതങ്ങൾക്കപ്പുറത്തേക്ക് മതത്തിൻ്റെ മൂല്യങ്ങൾ വന്നപ്പോൾ മതസമൂഹങ്ങളിലെ ഗുണപരമായ അംശങ്ങളെല്ലാം കേരള സമൂഹത്തിൽ എല്ലാവരും ഏറ്റെടുത്തത്. അങ്ങനെയാണ് കേരള നിർമ്മിതിയിൽ ഒരേപോലെ തന്നെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അവരുടെ എല്ലാ തരത്തിലുള്ള ആത്മീയമായ അറിവുകളും ആത്മീയതക്കപ്പുറത്ത് അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾക്ക് കൂടി കിട്ടുന്ന മട്ടിലുള്ള ഒന്നായി തീർന്നു. മാത്രമല്ല ആധുനികമായ നോവൽ ഉൾപ്പെടെയുള്ള ആധുനിക കവിത ഉൾപ്പെടെയുള്ള എല്ലാം വന്നപ്പോൾ അത് പുതിയ സൗന്ദര്യബോധമായിട്ട് വികസിക്കുകയും ചെയ്തു. അപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഒരു വശത്ത് മതം മാത്രം പഠിപ്പിക്കുന്നു, പിന്നെ ടെക്നോളജി മാത്രം പഠിപ്പിക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിങ്ങൾ മതം മാത്രം പഠിപ്പിക്കുന്നു ഒരു വശത്ത്, മറുവശത്ത് ടെക്നോളജി പഠിപ്പിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? മതബോധം ആധുനിക സൗന്ദര്യബോധമായിട്ട് വികസിക്കുന്നില്ല. അങ്ങനെ വികസിച്ചാൽ മാത്രമേ ഒരു മതവിശ്വാസിക്ക് സെക്യുലറായ ഒരാളായിട്ട്, വിശ്വമാനവികതയുടെ ഒരാളായിട്ട് സ്വയം സ്ഥാനപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മതപരമായ അറിവുകളെ നിങ്ങൾ മതത്തിൽ വിശ്വസിച്ചാലും അല്ലെങ്കിലും, ഞാനൊരു മതവിശ്വാസിയല്ല, മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കും അല്ലാത്ത ആൾക്കും തീർച്ചയായിട്ടും അവരുടെ മതപരമായ അറിവോടുകൂടി അല്ലാതെയോ അവരുടെ വീടുകളിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മതേതരമായ ഒന്നായിട്ട് സങ്കല്പിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കുമാരനാശാൻ്റെ കവിതയിലെ ഉദാഹരണം പോലെ എടുത്താൽ, അമ്മതൻ നെഞ്ചുഞരമ്പിൽ കൂടി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞ തൂവ് അമൃതാക്കും മൈത്രി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രക്തത്തെ മുലപ്പാലാക്കി മാറ്റുന്ന ഒന്നായി അത് മാറണമെന്നുണ്ടെങ്കിൽ മാതൃഭാഷയിൽ എല്ലാവർക്കും അറിയുന്ന അനുഭൂതിയായിട്ട്, ആധുനികമായൊരു അനുഭൂതിയായിട്ട്, ആത്മാവിൻ്റെ അനുഭൂതി എന്നുള്ളതിനപ്പുറത്ത് അത് നമ്മുടെ ആധുനിക സ്വത്വത്തിൻ്റെ ഒരു അനുഭൂതിയായിട്ട് മാറുന്ന ഒന്നായി തീരുന്നൊരു വലിയ ഒരു കാര്യം പഠനമാധ്യമം എന്നുള്ളതിനപ്പുറത്ത് ഒരു വിഷയം എന്നുള്ള നിലക്ക്, സാഹിത്യ വിഷയം എന്നുള്ള നിലക്ക് പഠിപ്പിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഗവൺമെൻറ് 10ാം ക്ലാസ് വരെ മലയാളം ഇത് നിർബന്ധമാക്കി മാറ്റിയത്. കാരണം നിങ്ങൾ ഒരു ആധുനിക മനുഷ്യനായി തീരുമ്പോൾ ബുദ്ധിപരമായ വികാസം മാത്രമല്ല, അനുഭൂതിയുടെ ഒരു ജനാധിപത്യവൽക്കരണമുണ്ട്, അനുഭൂതിയുടെ ഒരു വികാസമുണ്ട്. നിങ്ങൾ കാമത്തിൽ നിന്ന് പ്രേമത്തിലേക്ക് മാറുന്നത് അപ്പോഴാണ്. ഗോവിന്ദചാമിയിൽ നിന്ന് നളിനിയിലെ ദിവാകരനിലേക്കോ മദനനിലേക്കോ രമണനിലേക്കോ മാറുന്നത് ആ ഘട്ടത്തിലാണ്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഒരു തൻ്റെ കാമനയുടെ ഒരു വസ്തു മാത്രമല്ല, നേരത്തെ പറഞ്ഞ ഒരു പദാർത്ഥം മാത്രമല്ല, അത് തന്നെ ഇങ്ങോട്ട് നോക്കുന്ന ഒരു കണ്ണുള്ള ഒരു വ്യക്തിയാണ് എന്ന് തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ആഗ്രഹത്തോടൊപ്പം തന്നെ അവളുടെ ആഗ്രഹം കൂടെ വേണം. ഡിസയർ ടു ബി ഡിസയർഡ് ബൈ ദി അതർ,
അന്യയാൽ ആഗ്രഹിക്കപ്പെടാനുള്ള ആഗ്രഹം കൂടിയായിട്ട് മാറുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ കാമം, എല്ലാവരുടെയും കാമം പ്രേമമായിട്ട് മാറുന്നത്. അതിനാണ് പ്രേമസാഹിത്യം ഉൾപ്പെടെ, ഹിന്ദുലേഖ ഉൾപ്പെടെ, ബാല്യകാല സഖി ഉൾപ്പെടെ എല്ലാം വരുന്നത്. ആ പ്രേമത്തെ തന്നെ അടുത്ത ഘട്ടത്തിൽ തകഴി, രണ്ടിടങ്ങഴിയിൽ ആ പ്രേമം സവർണ അല്ലെങ്കിൽ ഹിന്ദുലേഖയിലൊക്കെ കണ്ട ഉപരിവർഗ പ്രേമത്തെ അധ്വാനവുമായി ബന്ധിപ്പിച്ച് അധ്വാനിക്കുന്ന ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിൻ്റെ സംസ്കൃതി തന്നെയാണ് അവരുടെ സൗന്ദര്യമായിട്ട് മാറുന്നത് എന്നുള്ള അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. ഇങ്ങനെയാണ് ഏറ്റവും പുതിയ സാഹിത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡറിനെ സംബന്ധിച്ച, പുതിയ പരിസ്ഥിതിയെ സംബന്ധിച്ച സാഹിത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു മലയാളി കുട്ടി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾ പഠിക്കുമ്പോൾ അവരുടെ അനുഭൂതിപരമായ ഒരു ആധുനികരാകുന്നു, അനുഭൂതിപരമായ ഒരു 21ാം നൂറ്റാണ്ടിലെത്തുന്നു. അതുകൊണ്ട് അനുഭൂതിപരമായി നിങ്ങൾ വളരെ പ്രാകൃതരും, അനുഭൂതിപരമായി നമ്മൾ ആ പഴയ മതത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രം നിൽക്കുകയും മറ്റു നിലയിൽ കേവലം ഉപകരണത്തിൻ്റെ രീതിയിൽ മാത്രം നമ്മൾ ആധുനികരോ ആധുനികോത്തരരായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. പല ഇപ്പോൾ ടെക്നോമാർക്ക് ഉൾപ്പെടെയുള്ള, ഞാൻ ആ പാർക്കിനെ കുറ്റം പറയുകയല്ല, കേവലം ടെക്നോളജി മാത്രം പഠിച്ച ആളുകൾ അച്ഛനും അമ്മയും വെട്ടിക്കൊല്ലുന്നു. തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രേമപൂർത്തിക്ക് വേണ്ടി തടസ്സമാണ് കുടുംബം എന്ന് കരുതുമ്പോൾ അച്ഛനെയോ അമ്മയോ കുട്ടിയോ ഒക്കെ കൊല്ലുന്നു. അവർ പലരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും ഒരു സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് തീർച്ചയായിട്ടും അവിടെ കാണാം. അതുകൂടി നമ്മുടെ ആധുനിക കേരള നിർമ്മിതിയിൽ ഈ നിലയിൽ ആനുഭൂതികമായി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സൗന്ദര്യാത്മക ബോധമുള്ള ഏറ്റവും പുതിയ സൗന്ദര്യ അനുഭൂതി അനുഭവിക്കാൻ കഴിയുന്ന ആളുകൾ കൂടിയായി തീരുന്നൊരു മലയാളിയെ കൂടിയാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയേണ്ടത്, ഏറ്റവും പുതിയ അനുഭൂതി കൂടിയുള്ളത്. അതേപോലെ തന്നെ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയത് ഇന്ത്യയുടെ കാര്യമാണ്. ആധുനിക ഇന്ത്യ യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തിൽ വികസിച്ചു വന്നത് ഭാഷാദേശീയതകളായിട്ടാണ്. 1857 നമ്മൾ സമരം നടത്തിയത് ഹിന്ദു മുസ്ലിം എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അറിയാം. 1859 ആ കാലഘട്ടത്തിൽ ഈ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വലിയ ശ്രമം നടത്തി. അതിനുവേണ്ടി അവർ എല്ലാതരം പീഡനം ഉണ്ടായപ്പോൾ ഒരു മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ, അദ്ദേഹം ലോയൽ മുഹമ്മദൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലഘുലേഖ എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അദ്ദേഹം തള്ളിപ്പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ബ്രിട്ടീഷുകാരോട് ഐക്യപ്പെട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നിന്നാൽ മാത്രമേ ആധുനിക സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ആശയം ഇന്ത്യൻ പൊതുമണ്ഡലത്തിൽ ചെറുതായി രൂപപ്പെടുത്തിയെടുക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് 1865 ആകുമ്പോഴേക്കും ആര്യ സമാജം വരുന്നു. അങ്ങനെ ഇന്ത്യയെ മതപരമായൊരു ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുൻകൈയിൽ കൂടി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടും കൂടി വരുന്നു. തീർച്ചയായിട്ടും സർ സയ്യിദ് അഹമ്മദ് ഖാനും അദ്ദേഹത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ഓറിയന്റൽ സ്കൂളും പിന്നീട് അത് അലിഗഡ് മുസ്ലിം സർവകലാശാലയൊക്കെ വലിയ സംഭാവനകൾ ഇന്ത്യൻ സാഹചര്യത്തിൽ കൊടുത്തതാണെങ്കിൽ കൂടി ഭാഷാപരമായി ഇന്ത്യയിൽ ഉയർന്നു വന്ന മതേതര സൗഹൃദത്തെ തകർക്കാനുള്ളൊരു ഉപാധിയായിട്ട് ബ്രിട്ടീഷുകാർ ഇതിന് ഉപയോഗിച്ചു. ഈ നവോത്ഥാന ശ്രമങ്ങളെ കൂടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ രൂപപ്പെടുമ്പോൾ ആ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുത് എന്ന് ഉള്ള ഒരു ഫത്വ ഒരു മൊല്ലാക്കയെ കൊണ്ട് പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഇത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വലിയ ആഘോഷമായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ കൊണ്ടാടുന്നു. തൊട്ടടുത്ത ആഴ്ച തന്നെ അതിനേക്കാൾ ആയിരക്കണക്കിന് അനുഭാവികളുള്ള ഒരു മുസ്ലിം പുരോഹിതൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേരണം എന്നൊരു വാർത്ത വന്നപ്പോൾ, ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ ആ വാർത്ത ബ്രിട്ടീഷ് പത്രങ്ങൾ മുഴുവൻ മുക്കിക്കളഞ്ഞു. 1887 അതായത് മൂന്നാമത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഒരു ഇസ്ലാമാണ്, മുസ്ലിം ആളാണ്. ആദ്യത്തെ ഒരുപാട് ആളുകൾ ക്രിസ്ത്യാനികളും പാർസികളും ഒക്കെയാണ് ആദ്യത്തെ ഇന്ത്യൻ. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന, തീർച്ചയായിട്ടും അതിന് അന്നത്തെ ചരിത്ര പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ കൂടി അങ്ങനെ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ തകർക്കേണ്ടതും അത് അടുത്ത ഘട്ടമായി വികസിച്ച് ഭാഷാ ദേശീയത ഉൾപ്പെടെയുള്ള ഒന്നായിട്ട് വികസിച്ച് കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രസ്ഥാനങ്ങളായിട്ട് മാറുന്നത് തടയേണ്ടതും ബ്രിട്ടീഷുകാരുടെ താല്പര്യമായിരുന്നു. ഇന്ത്യയിലെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എന്നെ ഇപ്പോൾ സമയം അനുവദിക്കുന്നില്ല, ഇന്ത്യയിൽ വികസിച്ചു വന്ന ഭാഷാ ദേശീയതകളെ തകർക്കുവാൻ വേണ്ടിയുള്ള വളരെ ബുദ്ധിപരമായ ശ്രമങ്ങൾ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മിൻറ്റോ മോർലി, അതിലെ മോർലി തന്നെയാണ് 1905 ബംഗാൾ വിഭജനത്തിൻ്റെ ശേഷം വന്ന ഈ ഐക്യം തകർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടണം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിന്നാൽ ബ്രിട്ടീഷ് ഭരണത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയ ഇന്ത്യയിൽ ഒരു വശത്ത് നടക്കുന്നു. അതായത് മുസ്ലിമായിട്ടും ഹിന്ദുവായിട്ടും ഇന്ത്യയെ വിഭജിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഒരു വശത്ത് ആര്യ സമാജത്തിൻ്റെയും അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മതപരമായ ഇടപെടൽ, മറുവശത്ത് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തോടുകൂടി അത് മറ്റൊരു തലവും കൂടെ കൈവരിക്കുന്നു. എന്തായാലും ശരി,
ഇത് രൂപീകരിക്കപ്പെടുന്നു. ഇത് ഇന്ത്യയിൽ പിൽക്കാലത്ത് ഇന്ത്യയിൽ 1947 ആഗസ്റ്റ് 15 എത്തിച്ചേർന്ന ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ നോക്കിക്കണ്ടാൽ അറിയാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയായി തീർന്ന പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ 3 പാർട്ടികളും ഭാഷാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് നിന്നത്. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടി നിന്ന് അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. ഞാൻ വിഭജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഇന്ത്യയിലെ ഇപ്പോൾ കേരളം എന്തായാലും ശരി വിഭജനത്തിന് വിധേയമായില്ല. നമ്മൾ ഇന്ത്യ വിഭജനത്തിൻ്റെ കൊണ്ട് പരിക്ക് പറ്റിയ ഒരു സമൂഹമല്ല കേരളം. തമിഴ്നാട് പരിക്ക് പറ്റിയല്ല, പക്ഷെ പരിക്ക് പറ്റിയ സമൂഹങ്ങളുണ്ട് ഇന്ത്യയിൽ. ആ സമൂഹങ്ങളുടെ വികാസ പ്രക്രിയയെ തടസ്സപ്പെടുത്തിയത് സത്യത്തിൽ മതപരമായ വിഭജനങ്ങളാണ്. 19-ാം നൂറ്റാണ്ടിൽ പഞ്ചാബി ഭാഷ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെ സിഖ് ക്രിസ്ത്യാനികളോടുണ്ടായിരുന്നു, സിഖിൻ്റെതായിരുന്നു. ആര്യ സമാജം പഞ്ചാബിലെ ഹിന്ദുക്കളോട് പറഞ്ഞു, ഹിന്ദുക്കളെ നിങ്ങളുടെ ഭാഷ പഞ്ചാബിയല്ല ഹിന്ദിയാണെന്ന് പറഞ്ഞു. യു-പിയിൽ നിന്നൊക്കെ വന്ന സമ്പന്ന മുസ്ലിങ്ങൾ പഞ്ചാബിൽ ഇടപെട്ട് അവിടുത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാഷ പഞ്ചാബിയല്ല ഉറുദു ആണെന്ന് പറഞ്ഞു. ഒ. വിജയൻ അദ്ദേഹത്തിൻ്റെ നോവൽ ഇത് പറയും. അങ്ങനെ അവസാനം എന്തായി, പഞ്ചാബി എന്ന് പറയുന്ന ഭാഷ അവസാനം സിഖുകാരൻ്റെ തലയിൽപ്പെട്ടു. അതായത് അവരുടെ തലക്കെട്ടോടൊപ്പം വഹിക്കേണ്ട ഒരു ഭാരം മാത്രമായിട്ട് അത് മാറി. 47 ശേഷം 2ആയി വിഭജിക്കപ്പെട്ടു. ഇപ്പോഴും പാകിസ്ഥാൻ പഞ്ചാബിൽ പഞ്ചാബിയ മാതൃഭാഷ. പാകിസ്ഥാനിലെ 60% ആളുകളുടെ മാതൃഭാഷ പഞ്ചാബിയാണ്. 15% മാത്രമാണ് അതിൽ താഴെയാണ് ഉറുദു മാതൃഭാഷയായിട്ടുള്ള ആളുകൾ. പഞ്ചാബി ഭാഷയ്ക്ക് വേണ്ടിയുള്ള അതിന് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ചെറുതായ രീതിയിൽ പഞ്ചാബിൽ നടക്കുകയാണ്. 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പഞ്ചാബി മാതൃഭാഷയായിട്ടുള്ള പഞ്ചാബി ഭാഷയുടെ ആളുകൾ മാത്രമല്ല, അവർ പഞ്ചാബിയുടെ തുടർച്ചയിൽപ്പെട്ട ആളുകൾ, അവർ അന്നത്തെ തൊഴിൽ മന്ത്രിയായ എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ദേശീയതയുടെ പ്രതീകമായ ആധുനിക ജനായിക ദേശീയതയുടെ പ്രതീകമായ അംബേദ്കറുടെ മുമ്പിൽ ചെന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു സിഖുകാർക്ക് വേണ്ടി ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അംബേദ്കർ പറഞ്ഞു, നിങ്ങൾ അതുന്നയിക്കരുത്, പകരം പഞ്ചാബി ഭാഷയ്ക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ് ഉന്നയിക്കും. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഉന്നയിച്ചു. പെപ്സു എന്ന് പറയുന്ന ആ സ്റ്റേറ്റിന് പകരം പഞ്ചാബി സ്റ്റേറ്റ് ഉണ്ടായി. ഇത് തന്നെയാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ബംഗാൾ നമുക്കറിയാം, അത് വലിയ അത്രയും ഭാഷാഭിമാനമുള്ള ഒരു ജനതയാണ്. 47 ആഗസ്റ്റ് 15 ഇന്ത്യയെ വെട്ടിമുറിച്ചപ്പോൾ ബംഗാളിലെ ശരത്ചന്ദ്ര ബോസ്, നമ്മുടെ നേതാജിയുടെ സഹോദരൻ, സുഹ്രാവർദി, അന്നത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള മുഖ്യമന്ത്രി, അവരൊക്കെ ചേർന്ന് പറഞ്ഞു, ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിൽ ബംഗാളിനെ വിഭജിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ രണ്ടിലുമില്ല, ഞങ്ങൾ സംയുക്ത ബംഗാളായി പ്രത്യേകം നിന്നോളാം. അതായത് ഭാഷാടിസ്ഥാനത്തിൽ വികസിച്ചു വന്ന ഒന്നിനെ മതത്തിൽ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് സുഹ്രാവർദിയും ശരത്ചന്ദ്ര ബോസ് ഒന്നിച്ചു പറഞ്ഞത്. അവരുടെ ജനകീയ അഭിലാഷങ്ങളെ തകർത്തുകൊണ്ടാണ് ബംഗാളിനെ പശ്ചിമ ബംഗാളായി കിഴക്കൻ പാകിസ്ഥാനായിട്ട് വിഭജിക്കുന്നത്. എന്തുണ്ടായി? ആ കിഴക്കൻ പാകിസ്ഥാനിൽ ഉറുദു അടിച്ചേൽപ്പിച്ചു. ആ ജനത ഭാഷാഭിമാനം നിലനിർത്തി. അവർ അടിച്ചേൽപ്പിക്കുന്നതിന് സമരം ചെയ്തു. 1952 എല്ലാവർക്കും അറിയുന്ന പോലെ ധാക്ക സർവകലാശാലയിലെ ബംഗാളി വിദ്യാർത്ഥികളല്ല, ബംഗാളി ഭാഷ പഠിക്കുന്ന, അവിടെ മലയാളത്തിന് വേണ്ടി മലയാളം പഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മലയാള അധ്യാപകർ എന്നൊക്കെ പറയുന്ന അതുപോലെയല്ല. അവിടെ ധാക്കയിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ രംഗത്തേക്ക് വരികയും അവർ സമരം ചെയ്യുകയും ചെയ്തു, രക്തസാക്ഷികളായി. അതിൻ്റെ ആ ദിവസമാണ് 1952 ഫെബ്രുവരി 21 നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാത്രമല്ല, ആ സമരമാണ് തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ ജനായത്ത സമൂഹമായി, ഒരു ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ജനായത്ത സമൂഹമാക്കി മാറ്റുന്നത്. ഇനി ഇപ്പോൾ ഇന്ത്യയിലെ നമ്മൾ പറയുന്ന ഇന്ത്യയിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന 2 പ്രശ്നങ്ങളുടെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ വിഘടന പ്രശ്നമായിട്ടത് മാറുന്ന രീതിയിൽ വന്നത് അത് യഥാർത്ഥത്തിൽ വികസിക്കേണ്ടിയിരുന്ന ഒരു ഭാഷാ സമൂഹത്തിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തിയാണ്. കാശ്മീരാണല്ലോ അടുത്ത പ്രശ്നം. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നക്കാരവരാണ്. കാശ്മീരി ജനത 1920കളിൽ ഷെയ്ഖ് അബ്ദുള്ള അലിഗഡ് സർവകലാശാലയിൽ നിന്ന് വിദ്യാർത്ഥിയായിട്ട് തിരിച്ചെത്തി. അദ്ദേഹം തിരിച്ചെത്തിയിട്ട് കാശ്മീരിൽ മുസ്ലിം കോൺഫറൻസ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ടാക്കുന്നു. 1930കളിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുന്നു, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ ശക്തിപ്പെടുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം മുസ്ലിങ്ങൾ മാത്രമുണ്ടായിരുന്ന ആ കോൺഫറൻസിനെ നാഷണൽ കോൺഫറൻസായി വികസിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളും പണ്ഡിറ്റുകളും എല്ലാമുള്ള ഒരു വലിയ സമൂഹമാക്കി മാറ്റുന്നു.
അവർ ഉന്നയിച്ചത് നയാ കാശ്മീർ എന്നുള്ള മുദ്രാവാക്യമാണ്. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് EMS പറഞ്ഞതുപോലെ തന്നെ നയാ കാശ്മീർ എന്നുള്ള മുദ്രാവാക്യമാണ് ഉന്നയിച്ചത്. അവരൊരു സംയുക്ത കാശ്മീരിനെ ആസാദ് കാശ്മീരായിട്ട് നമ്മുടെ കാശ്മീരായിട്ട് നിൽക്കുന്ന ഈ കാശ്മീരിനെ പകരം ഒരു ആധുനിക ജനായത്ത സമൂഹമായിട്ട് കാശ്മീരിൻ്റെ മാനിഫെസ്റ്റോ ഇപ്പം നെറ്റിൽ കിട്ടും, നിങ്ങളൊന്ന് നോക്കൂ. അത് ഒരു സോഷ്യലിസ്റ്റ് കാശ്മീരിനാണ് മുന്നോട്ട് വെച്ചത്. അതിനെ തകർത്തുകൊണ്ടാണ് അതിനെ രണ്ടാക്കി വിഭജിച്ച് കാശ്മീരികൾ മുസ്ലിങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇപ്പുറത്തുള്ളത് ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ എന്നുള്ള നിലയിൽ വിഭജിച്ചെടുത്തത്. അതുകൊണ്ട് ആധുനിക ഇന്ത്യയിലെ നടക്കാതെ പോയ അല്ലെ ഇനി വികസിക്കേണ്ട ഭാഷാ സമൂഹ ജനാധിപത്യ പ്രക്രിയയാണ് തടസ്സപ്പെട്ടത്. കാശ്മീരി ഭാഷയിൽ പത്രം പോലുമില്ല. അടുത്ത കാലത്താണ്, കഴിഞ്ഞ 5-8 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് കാശ്മീരി ഭാഷയിൽ ഒരു പത്രം പോലും ഉണ്ടാവുന്നത്. പുസ്തകങ്ങൾ അവിടെ കാശ്മീരി ഭാഷയിലില്ല. അപ്പോൾ ഒരു ജനത അവരുടെ മാതൃഭാഷയിൽ കാര്യങ്ങൾ അറിയാതിരുന്നാൽ എന്ത് സംഭവിക്കുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് കാശ്മീരി. ഞാൻ പറഞ്ഞത് ഭാഷാ വികാസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ആത്മബോധത്തിൻ്റെ വികാസമാണ്. അവരെ ആധുനികരാക്കുന്ന പ്രക്രിയയാണ്. അവരുടെ ശാസ്ത്രബോധം, സൗന്ദര്യബോധം, ഉൽപാദന ഭാവന, അവരുടെ ഉപകരണ യുക്തി അവർക്ക് ലോകത്തെ മനസ്സിലാക്കാനും സൗഹൃദപ്പെടാനും ലോകത്തെ മാറ്റിമറിക്കാനുള്ള ആത്മബോധം കൂടിയാണത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭാഷയുടെ വികാസം പറയുമ്പോൾ ആത്മാവ് എന്ന് പറയുന്ന ഒന്നായിരുന്നു മതത്തിൻ്റെ സങ്കല്പം. രണ്ടാമതൊരു സങ്കല്പം പറഞ്ഞു ഈഗോ എന്നാണ് നമ്മൾ സ്വയം മനസ്സിലാക്കിയത്. ഇന്ന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരുപക്ഷെ എല്ലാ വിജ്ഞാനശാഖകളിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാർക്സിസം വന്നപ്പോൾ ഉൽപാദന പ്രക്രിയയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലിംഗസമത്വത്തെക്കുറിച്ച് സ്ത്രീവാദത്തിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയെടുത്തു. അതിനോടൊപ്പം സോഷ്യലിസ്റ്റ് ആശയത്തോടൊപ്പം നമ്മൾ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒന്നാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം, ഭാഷയെ സംബന്ധിച്ച നിർണായകമായ തിരിച്ചറിവ്. അതുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളെയും നമ്മൾ ഇന്ന് ജെൻഡർ സെൻസിറ്റീവാക്കി. അതുപോലെ ഇനി സംവേദനക്ഷമമാക്കേണ്ട ഒരു മേഖലയാണ് ഭാഷാപരമായ സംവേദനക്ഷമത. നമ്മുടെ എല്ലാതരം മുദ്രാവാക്യങ്ങളെയും ഭാഷാപരമായ സംവേദനക്ഷമത നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാശയം, ഞാനെന്ന് പറയുന്നത് ആത്മാവല്ല, ഞാനെന്ന് പറയുന്നത് ഒരു വിഷയാണ്, സബ്ജക്റ്റ് പൊസിഷനാണ് എന്നൊരു ഏറ്റവും പുതുതായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ കേരളത്തിലാണ് ജനിച്ചതെങ്കിലും ഞാൻ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് എൻ്റെ സ്വത്വം പൂർണ്ണമായി മലയാളി എന്ന് പറയുന്നൊരു ഈഗോ അല്ല. ഞാൻ എവിടെ ഇടപെടുന്നു, ഏത് സന്ദർഭത്തിൽ, ഏത് ലോകത്തിൽ ഇടപെടുന്നു, അവിടുത്തെ സംസാരിക്കുന്ന ആളാണ് ഞാൻ. ഭാഷയിൽ നിന്നാണ് എൻ്റെ സ്വത്വം ജനിക്കുന്നത്, അല്ലാതെ ഞാൻ ഭാഷ സംസാരിക്കുകയല്ല എന്നാണ് വരുന്നത്. അപ്പോൾ ഭാഷാസ്വത്വം, ഭാഷാപരമായ ആത്മബോധം എന്ന് പറയുന്ന ഇരുമ്പലൊക്കെയല്ല. നിങ്ങൾ ഏത് സമൂഹത്തിൽ ഇടപെടുന്നോ ആ സമൂഹത്തിൻ്റെ ഭാഷയാണ് നിങ്ങളുടെ ഭാഷയായിട്ട് നിങ്ങൾ സ്വാംശീകരിക്കുന്നു വരുമ്പോൾ മണ്ണിൻ്റെ മക്കൾ വാദം മാത്രമല്ല, നമ്മളുടെ കേന്ദ്രീകൃത സ്വത്വസങ്കല്പത്തെ കൂടി അസ്ഥിരപ്പെടുത്തുന്ന, എന്ന് വെച്ചാൽ നമ്മളിന്ന് അതിഥി തൊഴിലാളികളെന്ന് പറയുന്ന, പരദേശികളെന്ന് പറയുന്ന, അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്ന ആളുകളെന്ന് പറയുന്ന ഈ ആളുകളൊക്കെ ഉൾപ്പെടുന്ന ഒന്നായിട്ട് ഭാഷയെ നമ്മളിന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു ഭാഷാസങ്കല്പം എന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് അത് മനസ്സിലാകുന്നതിന് മൂർത്ത ആശയം പറയാം. കേരളത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികളെ സർക്കാർ ഇപ്പോൾ മലയാളം പഠിപ്പിക്കാൻ ശ്രമിച്ചല്ലോ. യഥാർത്ഥത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണത്. കാരണം അവർ ഒന്നാം ഭാഷയായിട്ട് അവരുടെ ബംഗാളിയോ ഹിന്ദിയോ ഏത് ഭാഷ സ്വീകരിക്കുമ്പോൾ കൂടി അവർക്ക് മലയാളത്തിൽ കൂടി ഒരു അധിക സ്വത്വം, ഒരു സബ്ജക്റ്റ് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ചെയ്യുന്നത്. അത് അവരുടെ ഭാഷാവകാശങ്ങൾക്കെതിരല്ല എന്ന് മാത്രമല്ല, അവരുടെ ഭാഷാ ജനാധിപത്യത്തിൻ്റെ അടുത്ത വികാസമാണ്. ഒരു മലയാളി മഹാരാഷ്ട്രയിലോ ബംഗാളിലും പോയാൽ ഇത് തന്നെയാണ്, അവിടുത്തെ ഭാഷകൾ പഠിക്കണം, സമൂഹത്തെ പഠിക്കണം എന്ന് ഞാൻ പറയാം. എല്ലായിടത്തും ജനിക്കും തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കിനാൻ എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടി ഇംഗ്ലണ്ടിലാണ് ജനിക്ക് വളരുന്നതെങ്കിൽ ഞാൻ പറയാ ഒരു അധിക ശേഷിയായിട്ട് മലയാളം പഠിച്ചോട്ടെ, കുഴപ്പമില്ല, പക്ഷെ ആദ്യം പഠിക്കേണ്ട അവിടുത്തെ ഇംഗ്ലീഷാണ് എന്നതുപോലെ പഠിപ്പിച്ചാലുള്ള ഗുണം ഇവിടുത്തെ ഇതര സംസ്ഥാന തൊഴിലാളി ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. അവർ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം മനസ്സിലാകാത്തത് അവരാണ്. അതുകൊണ്ടാണ് അവർ ലഹളക്കിറങ്ങിയത്. ലഹളയൊന്നും നടത്തിയിട്ടില്ല, അവർ വളരെ സമാധാന കാംക്ഷികളായ ആളുകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവരുടെ ഭാഷ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ കൂടി മലയാളം പഠിപ്പിക്കുന്ന ഈ മിഷൻ, ഈ ഉദ്യമം, സാക്ഷരതാ മിഷൻ ഉൾപ്പെടെയുള്ള ആ ഉദ്യമം കൂടി ഭാഷയുടെ ഈ പുതിയ തലത്തെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് നിങ്ങളൊരു ഭാഷ പഠിക്കുന്നത് സ്വത്വത്തിൻ്റെ ഒരു കൂടുതൽ വികാസമാണ്. അതുകൊണ്ട് മലയാളത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളം കുറച്ചുകൊണ്ട് മറ്റ് ഭാഷകൾ പഠിക്കുന്നതിനെതിരെയാണ് നമ്മൾ പറഞ്ഞത്.
മലയാളം നിലനിർത്തിക്കൊണ്ട് എത്രയും ഭാഷ പഠിക്കുക. ഇതര സംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ അതീത സംസ്ഥാന തൊഴിലാളി, ഞാൻ പറയാം സഹോദര സംസ്ഥാന തൊഴിലാളി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അവർക്ക് ദേശാഭിമാനി പത്രം വായിച്ചാൽ മനസ്സിലാകണം, അവർക്ക് പിണറായിയുടെ പത്രസമ്മേളനം മനസ്സിലാകണം, അവർക്ക് മലയാളികളായ ആളുകളോട് സൗഹൃദത്തിൽ ഇടപെടാൻ കഴിയണം. ആ നിലയിൽ കൂടി ആയിത്തീരുമ്പോഴാണ് ഒരു സമൂഹം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും ഭാഷാവകാശ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിലേക്ക് വരുന്നതിൻ്റെ കൂടി ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. എന്തായാലും ശരി, ആധുനിക ഇന്ത്യയെ അവിടെ മതപരമായ ഒരു ഇന്ത്യയല്ല, ഭാഷാപരമായ ഒരു ഇന്ത്യയെ, വിവിധ ഭാഷകളുടെ സമുച്ചയം എന്നുള്ള നിലയിൽ ആധുനികമായി വികസിതമായ ഭാഷാ സമൂഹങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ, ഉൽപാദന ശക്തി എന്നുള്ള നിലയിൽ ഭാഷയെ കണ്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പരിസ്ഥിതിയുമായിട്ട് ഭാഷയ്ക്കുള്ള ബന്ധവും കൂടെ അവിടെ നിർണായകമാണ്. ഒരു സമൂഹത്തിൻ്റെ ഭാഷാപരമായ അവകാശം എന്ന് പറയുന്നത് അവരുടെ ഭൂമിക്ക് മേലുള്ള പരിസ്ഥിതി മേലുള്ള അവരുടെ അവകാശം തന്നെയാണ്. ഇപ്പം വയനാട്ടിലെ ആദിവാസിയുടെ ഭാഷ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരുടെ ഭൂമിയുടെ മേലുള്ള പരിസ്ഥിതിയുടെ മേലുള്ള അവകാശം കൂടിയാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ നിലയിൽ കൂടി എല്ലാ വ്യവഹാരങ്ങളെയും ഭാഷാപരമായി സംവേദനക്ഷമമാക്കുന്ന മട്ടിലുള്ള ഒരു ആധുനിക കേരളമാണ് നാം മുന്നോട്ട് വെക്കേണ്ടത്. നമ്മുടെ കൃഷിയിലേക്കും നമ്മുടേതായ പുതിയ സംരംഭങ്ങളിലേക്കും ആധുനിക കേരളം മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നാം മുന്നോട്ട് വെക്കുന്ന സമരരൂപങ്ങളിൽ ഒന്നായിട്ട് തീർച്ചയായും നമ്മുടെ കഴിഞ്ഞ പ്രളയം ഓർമ്മിക്കുക. നമ്മൾ അവസാനം നമ്മുടെ പ്രളയകാലത്ത് ഒരുപക്ഷെ ഇനിയും വന്നുകൂടായികയില്ല, നമ്മുടെ മൂന്നാം നിലയിൽ താമസിക്കുന്ന നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വരുന്ന അവസാനമായി ജീവൻ പണയം വെച്ച് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കേരളത്തിൽ ഏത് ജോലിയിലും കടന്നു ചെല്ലാനും ഏത് തരത്തിലുള്ള സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യാനുമുള്ള അവകാശം സംരക്ഷിച്ചെടുക്കൽ കൂടിയാണ് കേരളത്തിലെ ഭാഷാപരമായ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരം. ഈ സമരത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരിൽ ഒരാൾ കൂടിയായ പുരോഗമന കലാസാഹിത്യ സംഘത്തിന് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നന്ദി.